കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തെ അറിയാതെ എന്ന ദൈവത്തെ മാത്രം മനസ്സിൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നടന്നിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ ഒരു ഹിന്ദു കുടുംബം. ഞങ്ങളുടെ കടന്നുപോയിട്ടുള്ള ജീവിതത്തിൻ്റെ അങ്ങേ അറ്റത്തെ കഷ്ടപ്പാടുകളിലൂടെ, വിഷമത്തിലൂടെ, വേദനകളിലൂടെ, നിരാശകളിലൂടെ, ആത്മഹത്യയുടെ വക്കത്ത്, അത് കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിൻ്റെ വക്കത്ത്, എല്ലാവരാലും വെറുക്കപ്പെടുന്ന, അവജ്ഞയോടെ വീക്ഷിക്കപ്പെടുന്ന, അതും ഒരു നല്ല കുടുംബത്തിൽ പിറന്ന് നാട്ടുകാരൊക്കെ അറിയുന്ന ഞങ്ങൾ ആ ഒരവസ്ഥയിലേക്ക് വന്നിരുന്ന ഒരു വല്ലാത്തൊരു ആഗണി, ആ ഒരവസ്ഥ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എങ്ങനെ ദൈവത്തെ അറിഞ്ഞു, എന്താണ് ദൈവം, ആരാണ് ദൈവം, ഏത് രീതിയിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ, എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്, ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി തന്നു. അത് ഞങ്ങളുടെ സഹോദരങ്ങളായ നിങ്ങൾ എല്ലാവരും, ഓരോരുത്തരും, ജാതി, മത, സഭ ഒരു വ്യത്യാസവും നിങ്ങളെങ്ങനെ അത് അറിയണം, നിങ്ങളെങ്ങനെ അനുഗ്രഹം പ്രാപിക്കണം, നിങ്ങളെങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം, ഇതിലെല്ലാം ഉപരി നിങ്ങളെങ്ങനെ ഞങ്ങളറിഞ്ഞ ഞങ്ങളുടെ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ സ്നേഹം നിങ്ങളെങ്ങനെ അനുഭവിക്കണം, നിങ്ങൾ അങ്ങേ അറ്റം അനുഭവിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനായിട്ട് മാത്രം ഞങ്ങളുടെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. എല്ലാ മഹത്വം യേശുവിന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഒരു സാക്ഷിയായി ദൈവം എന്നെ നിർത്തിയതിന് കർത്താവിന് ഞാൻ എല്ലാ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു. അനേക സാക്ഷ്യങ്ങൾ പലയിടങ്ങളിലും കർത്താവ് എന്നെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം, ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷം എനിക്ക് അനുഭവിക്കാൻ പറ്റി. എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ദൈവം എന്നെ ഇങ്ങനെ ഉയർത്തി നിർത്തുന്നതിന് കർത്താവിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ എന്നെ പരിചയം കാണും, പക്ഷെ ചിലർക്കെങ്കിലും അറിയാത്തതായി കാണും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് മായ. ഞാൻ കൊല്ലം SN കോളേജിൽ സുവോളജി ജന്തുശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപികയാണ്. എൻ്റെ ഭർത്താവ് ശിവകുമാർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ജെറോം നഗറിൽ ഓഫീസ് ഇട്ടിരിക്കുന്നു. കളക്ടറേറ്റിനടുത്തുള്ള കുമാർ ആശുപത്രി നടത്തിയ ഡോക്ടർ കുമാരദാസാണ് എൻ്റെ അച്ഛൻ. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് കർത്താവിനെ അറിയാതെ എൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ജനിച്ച വീട്ടിൽ എനിക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല. അച്ഛനമ്മമാരുടെ സ്നേഹവും സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു കുടുംബാന്തരീക്ഷവും എല്ലാവിധത്തിലും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്ന ഒരു കുടുംബത്തിൽ ഞാൻ വളർന്നു. എൻ്റെ അച്ഛനമ്മമാരെന്നെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ചു, ജോലിയായി, എൻ്റെ വിവാഹം കഴിഞ്ഞു. അത്രയും നാൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവത്തിനെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിനെ തേടിയില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതവും എനിക്ക് സന്തോഷകരമായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചിയുടെ മകൻ, മുറച്ചെറുക്കൻ തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്. പുതിയൊരു വീട്ടിലേക്ക് പോവുകയോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ഒന്നും ഞാൻ ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ തുടങ്ങി. ആദ്യം അതെന്താണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ജോലിയുടെ ഭാഗമായി ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് സിമ്പൽ പോലെ അദ്ദേഹം കൂട്ടുകാരൊത്ത് ചെറുതായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ എനിക്ക് 2 കുഞ്ഞുങ്ങൾ രണ്ടാമത്തെ മകൻ ജനിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്. കുറേശ്ശെയൊക്കെ മദ്യപാനം ചെയ്തിരുന്ന അദ്ദേഹം അമിതമായി മദ്യപിക്കാനും ബോധം കെട്ട് വീട്ടിൽ വരാനും തുടങ്ങി. അപ്പോഴൊക്കെ ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആള് കുടുംബത്തിൽ, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൽ ആണായി
കുടുംബങ്ങളുടെ രണ്ടിൻ്റെയും നെടുന്തൂണായി വളരെ എഫിഷ്യൻ്റായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്നിങ്ങനെ ഒന്നും ചെയ്യാത്ത, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, മദ്യപാനത്തിന് അടിപെട്ടു പോയ ഒരു സ്വഭാവമായി മാറിയത് എന്തുകൊണ്ട് എന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മദ്യപാനം തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഉറക്കവും നഷ്ടപ്പെട്ടു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകവേ അദ്ദേഹം ഉറക്കമില്ലാതെ രാത്രിയിൽ ഒരു മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് നീങ്ങുന്നതായിട്ട് കണ്ടു. എൻ്റെ അച്ഛനും എൻ്റെ വീട്ടുകാരെല്ലാം ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഉറക്കം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി തന്നെ ഉറക്ക ഗുളികകൾ കഴിച്ചു തുടങ്ങി. ആദ്യം ചെറിയ ഡോസിൽ കഴിച്ചു, അപ്പോൾ ഉറക്കം കിട്ടി. പിന്നെ അത് പോരാതെയായി. അങ്ങനെ അവസാനം ഉറക്ക ഗുളികകൾക്കും അടിമയായി തീർന്നു. അങ്ങനെ കാലം മുമ്പോട്ട് പോകവേ ബോധമില്ലാത്ത ഒരവസ്ഥയിൽ പലപ്പോഴും അദ്ദേഹത്തെ വഴിയിൽ നിന്നും അല്ലെങ്കിൽ പലരുടെ സഹായത്തോടുകൂടി വീട്ടിലെത്തിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയപ്പോൾ ഞാൻ എൻ്റെ വിധിയെ പഴിച്ചു. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്നെ എന്തിനാണ് ഇങ്ങനെ ദൈവം തീറ്റിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നോർത്തു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി, വർഷങ്ങളിലേക്ക് കടന്നു. അപ്പോൾ പലവട്ടം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്കെല്ലാം താങ്ങും തണലും സപ്പോർട്ടുമായി നിന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഡൈവോഴ്സ് വേണം, എനിക്ക് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്കൊരു വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ അച്ഛൻ എനിക്ക് ബലം തന്നു, മോളെ അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത്, നിനക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, നീ അവനെ നോക്കണം, നീ ധൈര്യമായിട്ടിരിക്കണം, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. വീണ്ടും മാസങ്ങൾ കടന്നുപോയപ്പോൾ വീണ്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. പലപ്പോഴും ഞാൻ എൻ്റെ വിധിയെ പഴിച്ചിരുന്നു. ആ സമയത്ത് അത്ഭുതകരമായി ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പഴയകാല സുഹൃത്ത് കടന്നു വന്നു. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, ഈ വ്യക്തിക്ക് മദ്യപാനമല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സൈക്യാട്രിക് രോഗമാണ്. ആ രോഗത്തിന് ചികിത്സിച്ചാൽ മാത്രമേ ഇത് ഭേദമാവുകയുള്ളൂ. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഇത്രകാലം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ കുറ്റം പറഞ്ഞെങ്കിലും ഒരു രോഗിയും കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ഞങ്ങളെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിക്കാൻ തുടങ്ങി. കോട്ടയം, എറണാകുളം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ചികിത്സ തുടങ്ങി. ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം അടിക്കടി കൂടിക്കൊണ്ടുവരുന്നു. ആ ഒരവസ്ഥയിൽ അദ്ദേഹം തികച്ചും ഒരു ഭ്രാന്തനെ പോലെ പലവട്ടം കഴിയുന്ന കാഴ്ച ഞാൻ കാണേണ്ടി വന്നു. അപ്പോൾ വീണ്ടും ഞാനും എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, എനിക്ക് ഈ ജീവിതം താങ്ങാൻ പറ്റത്തില്ല. അപ്പോഴും എൻ്റെ അച്ഛൻ എനിക്ക് ബലം തന്നു, മോളെ അങ്ങനൊന്നും നീ ചിന്തിക്കരുത്, നിന്റെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ കൊച്ചു 2 മക്കളുടെ മുഖം കാണുമ്പോൾ എനിക്കത് ചെയ്യാൻ വയ്യാതായി. പിന്നീട് ഒരു 3ാമത്തെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്ത് ഞാൻ ചത്തുകളയും, എനിക്ക് ഈ ജീവിതം പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ദുസ്സഹമായി തീർന്നിരുന്നു ജീവിതം. ഒരു ദിവസം ഒരു നിമിഷം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ എൻ്റെ വീട്ടിൽ, ജോലി സ്ഥലത്ത് ആരെയും അറിയിക്കാതെ ഇത് ഹൃദയത്തിൽ ഒതുക്കി ജീവിച്ച ആ നാളുകൾ ഇന്നെനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ വിചാരിക്കും പോലെ 1-2 വർഷങ്ങളല്ല, നീണ്ട 13 വർഷക്കാലം എൻ്റെ മകൻ ജനിച്ച സമയം മുതൽ അവന് 13 വയസ്സാവുന്നത് വരെ ഈ ദുരിതം ഏറിയും കുറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. പലപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം കിടക്കുന്നത് കാണുമ്പോൾ ദയനീയത തോന്നുന്നതിനേക്കാൾ ഏറെ വെറുപ്പും അകൽച്ചയും തോന്നിയിരുന്നു. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ആയി? എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സുഖങ്ങളും സന്തോഷങ്ങളും, എനിക്ക് ഇല്ലാതെയായി പോകുന്ന, എൻ്റെ കുഞ്ഞുങ്ങൾക്കില്ലാതെയായി പോകുന്ന നല്ല ഒരു ജീവിതം, അതിനെക്കുറിച്ചെല്ലാം ഹൃദയത്തിൽ പഴി പറഞ്ഞ് വിധിയെ പഴിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു. അപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ എനിക്ക് ധൈര്യം തന്നു, ആളെ നമുക്ക് എന്തെങ്കിലും പൂജയും ഹോമങ്ങളും ഒക്കെ ചെയ്യാം, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാം, ഇതിനെല്ലാം ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അദ്ദേഹവും എൻ്റെ അപ്പച്ചി, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, ഇവർ 2 പേരും മാറി മാറി ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകളും നേർച്ചകളുമായി നടന്നു. ഞാനും അതിനൊപ്പം പോയി. പലതിലും എനിക്ക് ആശ്രയിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഇതേ ഉള്ളൊരു രക്ഷയെന്ന് വിചാരിച്ച് പല അമ്പലങ്ങളിലും വഴിപാടുകളും നേർച്ചയും ഹോമങ്ങളും ഒക്കെ നടത്തി, വീട്ടിൽ പൂജയൊക്കെ ചെയ്തു. ഇങ്ങനെയെല്ലാം ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ രോഗം കൂടിക്കൂടി വരികയാണ്. അവസാനം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ഇതിന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരുന്ന് കൊടുത്തേലേ പറ്റത്തുള്ളൂ,
അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെ പിന്നീട് ഞാൻ വായിച്ചറിഞ്ഞു അതൊരു വലിയ പോയിസണസ്, അതായത് വിഷമുള്ള മരുന്നായിരുന്നു. ലിഥിയം എന്ന് പറയുന്ന ആ മരുന്ന് കൊടുത്തു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് കൂടുതൽ നാൾ കഴിക്കും തോറും ഈ മകന്റെ കിഡ്നിയെയും ലിവറിനെയും ഹാർട്ടിനെയും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിനെ അത്ര കാര്യമായി കരുതിയില്ല, മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞുപോയി. 2-3 വർഷങ്ങൾ കഴിഞ്ഞുപോയ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ റുട്ടീനായിട്ടുള്ള ചെക്കപ്പുകളിൽ കൂടെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് ഹൈ ബ്ലഡ് പ്രഷറായി. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ലിവർ ഫങ്ഷൻ, കരളിൻ്റെ എല്ലാ പ്രവർത്തനവും തകരാറിലായി. മൂന്നാമതൊരു ഘട്ടമായപ്പോൾ അദ്ദേഹം ഹൈലി ഡയബറ്റിക് ആയി, കിഡ്നിയെയും എഫക്റ്റ് ചെയ്തു തുടങ്ങി. പാൻക്രിയാസ്, കിഡ്നി, ലിവർ, ഹാർട്ട് ഈ 4 അവയവങ്ങളും അഫക്റ്റഡായി ഒരു വെജിറ്റബിൾ പോലെ ഒന്നും ചെയ്യാനാവാതെ അനങ്ങാനാവാത്ത ഒരു പരുവത്തിൽ മുറിയിലിരിക്കുന്ന ഒരു ഭർത്താവിനെ കണ്ടുകൊണ്ട് ഇദ്ദേഹം മരണത്തിൻ്റെ വക്കിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ അവിടെ വരെ എന്നെ കൊണ്ടുചെന്നു. ആ ഭീകരാവസ്ഥയിൽ ഒരു സമയം, അതായത് ഞാൻ പറഞ്ഞ ആ 13 വർഷക്കാലത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ ഒട്ടും ബോധമില്ലാതെ അദ്ദേഹത്തെ കങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബോധമില്ലാതെ അദ്ദേഹം മുറിയിൽ കിടക്കുന്നു. ഞാൻ 3-4 ദിവസം കാവലിരുന്നു. 3-4 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധിയായി. ആ 4-ാമത്തെ ദിവസം എൻ്റെ അച്ഛൻ എന്നെ ഫോണിൽ വിളിക്കുകയാണ്. ഞാനങ്ങ് വരാം, ഞാനവിടെ നിൽക്കാം, നിനക്കൊരു സഹായമായിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ സഹിച്ചോളാം, എത്ര ദിവസമെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അച്ഛൻ ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ലാത്ത വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുകയാണ് ആ ഫോണിൽ കൂടെ. എന്നോട് പറഞ്ഞു, മോളെ, ഇത്രയും നാള് ഞാനും നിൻ്റെ അമ്മയും ഒക്കെ നിന്നെ സഹായിച്ചു. നിന്റെ സഹോദരങ്ങൾ 2 പേരുണ്ട്, അവന് 2 സഹോദരങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ കാലവും നിന്നെ നോക്കി നടക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കരുത്. ധൈര്യമായി നീ സ്വയം നിന്റെ വിധിയെ നേരിടണം. നിന്റെ ജീവിതം നീ സ്വയം ജീവിക്കണം. ഞാനും നിന്റെ അമ്മയെ എല്ലാ കാലവും കാണത്തില്ല. ഞങ്ങൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നീ ഒറ്റയായിപ്പോവും. അതുകൊണ്ട് ഇപ്പോഴേ നീ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കോണം. ഒരു ഇടിവെട്ട് പോലെയാണ് എൻ്റെ അച്ഛൻ്റെ ആ വാക്കുകൾ എൻ്റെ ചെവി വീണത്. കാരണം അത്രയും നാൾ ജീവിതത്തിൻ്റെ ആ പ്രായോഗിക വശത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാൻ കാണും മുമ്പോട്ട് ജീവിക്കാനെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ അവസാന നിമിഷം എൻ്റെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനൊരു സമയം വരും. ഞാൻ ഒറ്റയ്ക്കാവും ഈ ലോകത്തിൽ. എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ ഞാൻ തനിയെ ആയി പോകും എന്നൊരു റിയാലിറ്റി, ഒരു സത്യം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഭൂമി പിളർന്ന് താഴോട്ട് പോയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. കാരണം ആത്മഹത്യ ചെയ്യാൻ പറ്റുന്നില്ല, ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും എങ്ങോട്ട് ആരെ ആശ്രയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആ ആശുപത്രി വരാന്തയിൽ ശരിക്കും പറഞ്ഞ തളച്ചിടപ്പെട്ട പോലെ ഞാൻ നിന്നു. ആ സമയം ഒരു ശക്തി, ഇന്ന് ഞാൻ അതിനെ ഒരു ശക്തി എന്നത് എൻ്റെ കർത്താവെന്ന് വിളിക്കാൻ എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്കറിയത്തില്ല. എൻ്റെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി ഞാനൊരു വിളി വിളിച്ചു. എൻ്റെ ദൈവങ്ങളെ എന്നാണ് ഞാൻ വിളിച്ചത്. കാരണം ഹിന്ദു മതം എനിക്ക് പഠിപ്പിച്ചു തന്ന 33 കോടി ദൈവങ്ങൾ തന്നെയായിരുന്നു അന്നും എൻ്റെ മനസ്സിൽ. അതിലറിയാവുന്ന ദൈവങ്ങളുടെ എല്ലാം മുഖങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി. എൻ്റെ ദൈവങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും എനിക്കൊന്ന് കൂട്ടുവരണം, എൻ്റെ ഈ ജീവിതം ജീവിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊരു വിളി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, ഹൃദയം പൊട്ടി ഞാൻ ഒരു വിളി വിളിച്ചത് ഓർമ്മയുണ്ട്. പക്ഷെ ആ വിളിക്കുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ പരിചയമില്ല. കാരണം ഞങ്ങളുടെ ഹിന്ദുമതം അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല, കൂട്ടിന് വരുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. ഒരുപാട് തപസ് ചെയ്ത വിശുദ്ധരായ മനുഷ്യരുടെ മുമ്പിൽ ഒരു നിമിഷം പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വരങ്ങൾ കൊടുത്ത് മറഞ്ഞു പോകുന്ന ദൈവങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത്ര വിശുദ്ധിയൊന്നും എനിക്കില്ല, ഞാൻ തപസ്സും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവവും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല എന്നെനിക്കറിയാമായിരുന്നു. എങ്കിലും ഹൃദയത്തിൻ്റെ ഒരാഗ്രഹം നിലവിളിയായി ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തുടങ്ങി. അപ്പോഴും എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ഞാനങ്ങനെ ഈ വിളി വിളിച്ച് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ വന്ന് അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ആശ്വാസം. തലേ ദിവസം ഒരു ഭ്രാന്തനെ പോലെ പിച്ചും പേയും പറഞ്ഞ് മുറിയിൽ നടന്ന ആളാണ്. പിറ്റേ ദിവസം ഡോക്ടർ വന്ന് നോക്കുമ്പോൾ വളരെ ശാന്തനായി കാണപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു, സാരമില്ല, ഡിസ്ചാർജ് ചെയ്യാം, മരുന്നുകളൊക്കെ തുടർന്ന് കൊടുത്തോണ്ടാൽ മതി, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പഴയ പോലെ തുടരുകയാണ്. പക്ഷെ ഇപ്പം മാറ്റം വന്നു തുടങ്ങിയത് എനിക്കാണ്.
ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ഭയങ്കര ആധി വരാൻ തുടങ്ങി. ഞാൻ ഫോൺ ചെയ്യും, എൻ്റെ അച്ഛനെ വിളിക്കും, പറയും, അച്ഛാ എനിക്ക് ആരെങ്കിലും പറയുന്നത് കേൾക്കണം, എൻ്റെ കൂടെ വരുന്ന ഒരു ദൈവത്തെ വേണം. ഇത് തന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹവും വിഷമിച്ചു. ഈ ഇത്രയും നാളത്തെ സഹനത്തിൻ്റെ അടുവിൽ അവക്കും ഒരു മാനസിക വിഭ്രാന്തി ആയിപ്പോയോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല മായേ, കൂട്ടിന് വരുന്ന ദൈവത്തെ എനിക്ക് അറിയത്തില്ല, പിന്നെ ആരെങ്കിലും പറയുന്നത് കേൾക്കണമെന്ന് നീ പറയുന്നത്, നീ ഏതെങ്കിലും സ്വാമിമാരെയോ മറ്റോ കണ്ടു നോക്ക്, അവരൊക്കെ പറയുന്നത് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ഉപദേശപ്രകാരം ഞാൻ നടന്നു. ആശ്രമങ്ങൾ തോറും സ്വാമികളുടെ മഠങ്ങൾ തോറും കയറി ഇറങ്ങി പറയുന്നത് കേൾക്കാൻ, കൂട്ടിന് വരുന്ന ഒരു ദൈവത്തെ കാണാൻ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. പലയിടങ്ങളിലും കയറിയപ്പോൾ അവർ ആത്മീയമായി എന്തെങ്കിലും ഒന്ന് പറയും, അതെനിക്ക് വലിയ ആശ്വാസമാവും. ആൾക്കൂട്ടത്തിൽ നിന്ന് എന്നെ തന്നെ പൊക്കി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ഉപദേശം തരും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാവും, എൻ്റെ ഹൃദയത്തിൻ്റെ വിഷമം ദൈവം അറിയുന്നുണ്ടല്ലോ. പക്ഷെ ആ ഒരു സമാധാനം താൽക്കാലികമായിരുന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും എനിക്ക് ഈ ആദി തുടങ്ങും. വീണ്ടും ഞാൻ പറയും, എനിക്ക് എൻ്റെ കൂടെ വരുന്ന ദൈവത്തെ വേണം, എനിക്ക് ആരെങ്കിലും പറയുന്നത് കേൾക്കണം. ഇത് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആകെ ആധി പിടിച്ചിരിക്കുന്ന സമയത്ത് അത്ഭുതം എന്ന പോലെ എൻ്റെ വിടുതലിന് വേണ്ടി ദൈവം എൻ്റെ ഒരു കൂട്ടുകാരി അയച്ചു. 20 വർഷം മുമ്പ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചു വിരിഞ്ഞ ഒരു കുട്ടിയാണ്. ഇപ്പോൾ ജോലിയായി ദോഹയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. ആ കുട്ടി അവിചാരിതമായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ആ കുട്ടിയുടെ പേരൻസ് താമസിക്കുന്ന വീട്ടിൽ വന്നതാണ്. എന്നെ കാണാനായിട്ട് ഓടി കയറി വരുമ്പോൾ പഴയ ഞാനല്ല, ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ മായ ഇങ്ങനെ ഇരിക്കുന്നത്, വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്തോ രോഗമാണെന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തോ മായയ്ക്ക് പ്രയാസം, എന്നോട് പറയാമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ദൈവത്തിൻ്റെ ഒരു കാര്യം കേൾക്കാൻ, എൻ്റെ കൂട്ടിന് വരുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ, ഞാൻ അതിനുവേണ്ടി നടക്കും, അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ ജീവിതം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മായ എവിടെയെല്ലാം പോയി ട്രൈ ചെയ്തു ദൈവത്തിനെ കാണാൻ വേണ്ടി, ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം, അവിടെയും കൂടെ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പറഞ്ഞു, ഞാനൊരു ധ്യാനം കൂടി കുറച്ച് നാൾ മുമ്പ് ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ചാലക്കുടിക്കടുത്ത്, മായ അവിടെ ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ മായ ഈ തേടി നടക്കുന്ന അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കൊരു റിട്രീറ്റ് സെൻറ്റർ എന്താണെന്നോ അവിടെ നടക്കുന്ന എന്താണെന്നോ ഒന്നും അറിയത്തില്ല. എനിക്കൊരു ബൈബിള് വാങ്ങിച്ചു തന്നു. അതുകൊണ്ട് തന്നെ അതൊരു ക്രിസ്തീയ പ്രാർത്ഥന ആലയമാണെന്ന് മനസ്സിലായി. ബൈബിള് തുറന്നു വെച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വായിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല. എന്തായാലും എല്ലാം പരീക്ഷിച്ച കൂട്ടത്തിൽ ഇതും ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോടും അപ്പച്ചയോടും ഒക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ധ്യാനത്തിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒരാഴ്ചയാണ് ധ്യാനമെന്ന് കേട്ടപ്പോഴേ അവരെന്നെ വിലക്കി. രോഗിയായ ഭർത്താവിനെ വീട്ടിലിട്ട് അദ്ദേഹത്തിന് രാവിലെയും രാത്രിയിലും ഒരു കൈ നിറയെ ഗുളികയും മരുന്നും എടുത്തു കൊടുക്കുന്നത് ഞാനാ. അതെല്ലാം കൊടുക്കുന്ന നീ ഒരാഴ്ച ഇട്ടിട്ട് പോയാൽ ശരിയാവത്തില്ല, തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ രോഗം കൂടത്തേ ഉള്ളൂ, പോകണ്ടെന്ന് പറഞ്ഞു. തടസ്സങ്ങൾ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ അടുത്ത് വരാൻ എനിക്കൊരു അവസരം നീ തന്നാൽ എനിക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എൻ്റെ ആഗ്രഹം സമർപ്പിച്ചു. അപ്പോഴും കർത്താവിനെ അറിയുന്നില്ല, ദൈവമേ എന്നൊരു വിളി മനസ്സിലുണ്ട്, അത്രയേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് രോഗം അല്പം കുറഞ്ഞിരിക്കുകയാണ്. മരുന്നുകളും ഒക്കെ ആയിട്ട് ഒരു ഏപ്രിൽ മാസക്കാലത്തിൽ അദ്ദേഹം സ്ഥിരമായി പോകാറുള്ള പോലെ ഒരു അസിസ്റ്റന്റിനെയും കൂട്ടി ബാങ്ക് ഓഡിറ്റിന് പോയി. ബാങ്കുകൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് പോയി. വടക്ക് ഇടുക്കിയിലുള്ള 2 ബ്രാഞ്ച് ഓഡിറ്റിങ്ങിന് പോയി. അവിടെ ഒരു ബാങ്കിൽ കടന്നു ചെന്നപ്പോൾ കുറേ പേര് കൂടിയിരുന്ന് ഈ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നെന്നും ഒക്കെ പറയുന്നത് കേട്ടു. അതിങ്ങനെ കേൾക്കാനിടയായപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അയ്യോ, അവളെ ആഗ്രഹിച്ചിട്ട് അവളെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു. വീണ്ടും രണ്ടാമതൊരു ബാങ്കിൽ കയറി ചെന്നപ്പം അവിടെ ഇതേപോലെ കുറേ പേരിരുന്ന് ഇങ്ങനെ ധ്യാനത്തിനെ കുറിച്ചുള്ള അത്ഭുതങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഫോൺ ചെയ്തു, മായ റെഡി ആയിക്കോ, ഞാനിത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, അയ്യോ ഒരിക്കലും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒന്നും ശിവകുമാറിനെ കൊണ്ടുപോയേക്കല്ലേ, മായ വേണമെങ്കിൽ പോയിക്കോ, കാരണം അവിടെ ഭയങ്കര ഒച്ചയും ബഹളം ഒക്കെ നടക്കും, ഹല്ലേലൂയ വിളി സ്തോത്രമൊക്കെയാ. അങ്ങനെയുള്ള ബഹളം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോയാൽ ശിവകുമാറിൻ്റെ രോഗം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം അദ്ദേഹവും പേടിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ ധ്യാനത്തിനൊന്നും ഇരിക്കുന്നില്ല, ഞാൻ എവിടെയെങ്കിലും മാറി ഒരിടത്ത് ഇരുന്നോളാം, നീ ധ്യാനം കൂടിക്കോ എന്ന് പറഞ്ഞാണ് ഒരു 7 വർഷക്കാലം മുമ്പ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ധ്യാനത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ യേശുവിനെ ഒരു പരിചയവും ഇല്ലാത്ത ആളാണ്. ഞാൻ ക്രിസ്തീയ പ്രാർത്ഥനകളിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഒരു പ്രാർത്ഥനയെ എനിക്ക് അറിഞ്ഞും കൂടാ.
പഠിച്ച കോൺവെന്റുകളിൽ ചാപ്പലുകളിൽ പോയിട്ടുണ്ട്. അവിടെ കുരിശിൽ തൂങ്ങുന്ന യേശുവിൻ്റെ രൂപം കണ്ടിട്ടുണ്ട്. അതൊരു ദൈവമാണെന്ന് അംഗീകരിക്കാൻ പോലും എൻ്റെ മനസ്സ് കൂട്ടാക്കിയിരുന്നില്ല. കാരണം ഹിന്ദുമതം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ദൈവങ്ങളൊക്കെ എത്രയോ ശക്തിവാന്മാരും പ്രബലരും ഒക്കെയാണ്. ഇങ്ങനെ വേളയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഒരു ചേച്ചി കൗൺസിലർ എന്നോട് പറഞ്ഞു, മോളെ എന്തോ കാണുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എന്തെങ്കിലും കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ യേശുവിനോട് അടങ്ങാത്ത ഒരു ആഗ്രഹം, ഒരു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്നു തുടങ്ങി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുകയാണ് യേശു മുഴുവൻ ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് കൈ രണ്ടും നീട്ടി അതിൽ ചോര ഒലിപ്പിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് എൻ്റെ നേരെ വരുന്നതായിട്ടൊരു ദൃശ്യം. ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, യേശുവിനെ ഞാൻ കാണുന്നു, കയ്യിൽ ഒരു രക്തം തുടിക്കുന്ന ഹൃദയവും ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ കൗൺസിലർ പറഞ്ഞു, മോളെ പ്രാർത്ഥിച്ചോളുക, നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് താമസിക്കാൻ യേശു ആഗ്രഹിക്കുന്നു, നിനക്ക് സമ്മതമാണോ യേശുവിനെ ജീവിതത്തിലേക്ക് വിളിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സമ്മതമാണ്, ഞാൻ ഇതിനുവേണ്ടി തന്നെയാണ് ഇരുന്നത്, എനിക്ക് എൻ്റെ യേശുവിനെ കൂട്ടിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കൗൺസിലർ വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ യേശുവിൻ്റെ മുഖത്ത് നോക്കിക്കേ, ഒരു അച്ഛനായിട്ടാണോ മകനായിട്ടാണോ സഹോദരനായിട്ടാണോ യേശുവിനെ കാണാൻ പറ്റുന്നത്? ഞാൻ യേശുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇതൊന്നുമല്ല ഞാൻ കാണുന്നത്. പിന്നെ ആരായിട്ടാണ് കാണുന്നേ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ്. ശരിയാ, യേശുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു നല്ല കൂട്ടുകാരൻ്റെ മുഖമാണ് യേശുവിന്. എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന, എൻ്റെ കൂടെ ജീവിക്കുന്ന, എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന നല്ലൊരു കൂട്ടുകാരൻ. കൗൺസിലർ പറഞ്ഞു, മോളെ യേശുവിനെ അങ്ങനെ തന്നെ മോൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചോളുക, ഒരു കൂട്ടുകാരനായി നിൻ്റെ കൂടെ ജീവിക്കാനാണ് യേശു ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു കാൽപ്പനികതയോ ഒരു വൈകാരികതയോ ഒരു ചിന്തയിലുള്ള സംഗതിയോ ഒക്കെ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം യേശുവിനെ അങ്ങനെ തന്നെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. തിരിച്ച് ഹാളിൽ വന്നിരുന്നു. അപ്പോൾ എൻ്റെ നാത്തൂന് ഞാൻ ആഗ്രഹിച്ച പോലെ കിട്ടിയ ഒരു രോഗസൗഖ്യവും ഞാൻ കണ്ട യേശുവിൻ്റെ ഒരു രൂപവും എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു യേശുവും അതെനിക്ക് വലിയ ധൈര്യം തന്നു. ആ ധൈര്യത്തോടു കൂടി ഹാളിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം സ്വർഗമായിട്ട് തോന്നുകയാണ്. ഒരു വലിയ സന്തോഷം എന്നെ വന്ന് നിറയാണ്. അപ്പോഴും വീട്ടിൽ ഭർത്താവ് രോഗിയായിട്ട് കിടക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത് ചെയ്യാൻ കഴിവുള്ള യേശു അതും എനിക്ക് ചെയ്തു തരും എന്നൊരു ഉറച്ച വിശ്വാസം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഭർത്താവിൻ്റെ കാര്യം ഞാൻ പാടെ മറന്നുപോയി. ഞാൻ ആ ഹാളിൽ വന്നിരിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ യേശുവിനോട് ചോദിക്കാൻ വരിക. എന്താണ് യേശുവെ എന്നെ നീ ഇവിടെ കൊണ്ടുവന്നത്? എന്താ ഇവളെ ആദ്യം കൊണ്ടുവരാഞ്ഞത്? ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചെറിയ ഒരു കൊച്ചു കുഞ്ഞ് അച്ഛനോട് ചോദിക്കുന്ന പോലെ കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും. ഓരോ ചോദ്യങ്ങളും ഞാൻ ചോദിക്കുമ്പം എവിടെ നിന്നോ ഒരു ശബ്ദം എനിക്ക് ഉത്തരം തരാൻ തുടങ്ങി. ഈ ഓരോ ഉത്തരവും എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാനതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് വെട്ടിക്കളഞ്ഞു. ഇതൊക്കെ എൻ്റെ തോന്നലാണ്. മനസാക്ഷി എന്ന് പറഞ്ഞൊന്ന് എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നുന്നതാണ്. വീണ്ടും ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പം വീണ്ടും ഒരു ശബ്ദം എനിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഉത്തരങ്ങളെല്ലാം നല്ല രസകരമായ ഉത്തരങ്ങളായിരുന്നു. എന്നെ ആശ്വസിപ്പിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉത്തരങ്ങൾ. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, ഇത് ശരിയല്ല, ഇത് ഞാൻ വെളിയിലിറങ്ങി കർത്താവ് എന്നോട് സംസാരിക്കുന്നുവെന്നോ മറ്റോ പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും ഇവക്ക് വട്ടായിപ്പോയി എന്ന് പറയും എന്ന് വിചാരിച്ച് അതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് വെട്ടി ഞാൻ കളഞ്ഞുകൊണ്ടിരുന്നു. നീ എൻ്റെ വിഷമം അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പോലും എൻ്റെ ആവശ്യം അറിയുന്ന എൻ്റെ കർത്താവെ, നീ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ മതിയായവനെന്ന് ഞാൻ അവിടെ വെച്ച് അടിയറവ് പറഞ്ഞു ദൈവത്തിൻ്റെ മുമ്പിൽ. തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോഴും ഈ ശബ്ദം എന്നോട് സംസാരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ ആ ശബ്ദത്തിന് ഞാൻ കൂട്ടാക്കുന്നില്ല. ഞാനതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് കളഞ്ഞുകൊണ്ട് വരിക. അത് തെളിയിക്കാനായി ഒരു സംഭവം ആ ദിവസം ട്രെയിനിൽ വെച്ചുണ്ടായി. ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു വരിക. ഏകദേശം ചെങ്ങന്നൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും ട്രെയിനിൽ ആളൊഴിഞ്ഞു. കൊച്ചുമോളും അവിടെ ഇറങ്ങി ഒരു ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകാൻ. ഞാനും കുഞ്ഞുങ്ങളും മാത്രമുണ്ട്. ട്രെയിനിൽ വലിയ ആളില്ല. തൊട്ടടുത്ത് ഒരു പ്രായം ചെന്ന മനുഷ്യൻ, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ, വളരെ ഡീസൻ്റ് മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്തൊരാൾ വന്നിരുന്നു. ആ ആൾ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പതുക്കെ എൻ്റെ മോടെ വണ്ടിയിൽ തലവെച്ചുറങ്ങി. കരുനാഗപ്പള്ളി സ്റ്റേഷനായപ്പോൾ ഞാൻ ഉണർന്ന ഉടനെ ഈ വ്യക്തി എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എവിടാ വീട്, എങ്ങോട്ട് പോവുക, എവിടുന്ന് വരിക, ഇങ്ങനെയൊക്കെ വളരെ സാധാരണഗതിയിൽ. ഞാൻ അതിനെല്ലാം വളരെ നോർമലായ ഉത്തരവും പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങ് മാറിയിട്ട് പരസ്പര വിരുദ്ധമായി ബന്ധമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേരെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പമാണ്. ഞാൻ എൻ്റെ മോടെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് ആദ്യത്തെ സാത്താനാ, പെട്ടെന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ആനഹോളി കേട്ട പാട്ടുകളൊക്കെ അങ്ങോട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിറയലായിപ്പോയി. ഞാൻ കൈകൂപ്പി ഉള്ളിൽ പറഞ്ഞു, കർത്താവേ
എനിക്ക് ഈ കമ്പാർട്ട്മെന്റിൽ ആരെയും പരിചയമില്ല, എന്നെ എൻ്റെ മക്കളെയും കൂടെ ഒരു കുഴപ്പമില്ലാതെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടെത്തിക്കണേ. ഇങ്ങനൊന്ന് പറഞ്ഞപ്പോൾ എന്നോട് മുമ്പ് ഉത്തരം പറഞ്ഞ ശബ്ദം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാണ്, മോളെ ഇപ്പം നിന്റെ രക്ഷയ്ക്ക് ഒരാളെത്തും. അപ്പം ഞാൻ അതിൻ്റെ ഒരു സാങ്കത്യം ഓർക്കാതെ തിരിച്ചു പറയുകയാണ്, കർത്താവേ ഇതിപ്പോൾ ഈ കമ്പാർട്ട്മെന്റിൽ വല്ലോരെ എൻ്റെ രക്ഷയ്ക്ക് വിളിച്ചാൽ അതിനേക്കാളിലും വലിയ സാത്താനായിപ്പോ, എനിക്ക് ആരെ അറിയത്തില്ലല്ലോ കർത്താവേ എന്നിങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോഴത്തേനും എൻ്റെ തൊട്ടടുത്ത് ചേച്ചിന്നൊരു വിളി കേട്ടു. നോക്കിയപ്പോൾ ഒരു 10-20 വയസ്സ് പ്രായമായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുക. ചേച്ചി എന്തുവാ, ചേച്ചി എവിടുന്ന് വരുവാ, ചേച്ചി മക്കളും തന്നെ ഉള്ളോ, ധ്യാനത്തിന് പോയതായിരുന്നോ? ഞങ്ങളും ധ്യാനത്തിനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ആരൊക്കെ? എൻ്റെ അമ്മ, പെങ്ങള്, അളിയൻ, കൂട്ടുകാരനെല്ലാം. എല്ലാവരും ഇങ്ങനെ വന്നേ. അപ്പുറത്തുനിന്ന് എല്ലാവരെയും വിളിച്ച് ഞങ്ങളുടെ ചുറ്റുമിരുത്തി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യൻ വല്ലാതൊക്കെ സംസാരിക്കുന്നു എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി ആ മനുഷ്യൻ്റെ നേരെ തിരിഞ്ഞിട്ട്, എന്തിനാ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഒന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നും ചെയ്യാനാവാതെ, എനിക്കിത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ സ്തബ്ധയായിട്ടിരുന്നു പോയി. കാരണം ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, എന്നെ അറിയുന്നതല്ല, ഇപ്പോഴും ആ ആളുടെ പേരും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ രക്ഷയ്ക്ക് ഒരാളെത്തും എന്നൊരു ശബ്ദം എന്നോട് പറയുകയും അതേ സമയത്ത് എൻ്റെ രക്ഷയ്ക്കായി ഒരാളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തത് ആരാണെന്നറിയാതെ പകച്ചിരുന്നതിൻ്റെ ഇടയ്ക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ മനുഷ്യൻ ആൾക്കൂട്ടത്തിലേക്ക് ചാടി ഇറങ്ങി ഓടിപ്പോയി. റെയിൽവേ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവർ പുറകിന് ചാടിയപ്പോഴത്തേക്ക് ഇയാൾ ഓടിക്കളഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഈ കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ്, ചേച്ചി മക്കളും ഒറ്റയ്ക്ക് പോകണ്ട, ഹസ്ബൻഡൊക്കെ നിൽക്കുന്നിടം വരെ ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ബോഡി ഗാർഡ്സ് പോലെ ഞങ്ങളുടെ ചുറ്റിനും നിന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ വരെ കൊണ്ടെത്തിച്ചു. ഹസ്ബൻഡ് വന്നില്ലെങ്കിലും സാരമില്ല ചേച്ചി, ഞങ്ങൾ വീട്ടിലെത്തിച്ചിട്ടേ പോകത്തുള്ളൂ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, അദ്ദേഹം വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഒരു നന്ദി വാക്ക് പോലും പറയാനാവാത്ത വിധം ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും അതിൻ്റെ ഒരു തീക്ഷ്ണത മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അന്നേരത്തെ അവസ്ഥ നിങ്ങൾ അറിയണമായിരുന്നു. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അകപ്പെടുക എന്ന് പറയാം. അതിൽ നിന്ന് ദൈവം തന്നെ ഇടപെട്ട് എന്നെ വിടുതൽ നൽകി വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഈ സംസാരിക്കുന്ന ശബ്ദം എൻ്റെ തോന്നലല്ല. എൻ്റെ തോന്നലിന് ഒരിക്കലും പറയാനാവുമായിരുന്നില്ല എൻ്റെ രക്ഷയ്ക്ക് ഒരാളെത്തുമെന്ന്. അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു, ഒരു സ്വരം, ദൈവത്തിൻ്റെ ഒരു സ്വരം എന്നോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യഘട്ടങ്ങളിൽ എനിക്ക് വേണ്ട സഹായം എത്തിക്കാൻ, എന്നെ വിടുവിക്കാൻ, എന്നെ വഴി നടത്താൻ സംസാരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂട്ടിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100% ബോധ്യപ്പെട്ടത് യേശു എൻ്റെ കൂട്ടുകാരനായി എൻ്റെ കൂടെ ഉണ്ടെന്ന്. അന്ന് മുതൽ എൻ്റെ ജീവിതം വ്യത്യാസപ്പെടാൻ തുടങ്ങി. വീട്ടിൽ വന്നു. കൊച്ചുമോക്ക് കിട്ടിയ രോഗസൗഖ്യം അത് തെളിവായി കിട്ടിയതോടുകൂടി എൻ്റെ വീട്ടുകാർക്ക് പിന്നെ ഒരു എതിരഭിപ്രായവും ഇല്ല. ഞാൻ പോകുന്ന വഴികളെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വളരെ സ്നേഹത്തോടുകൂടി അത് അക്സെപ്റ്റ് ചെയ്ത് നോക്കി കാണാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ രോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിങ്ങനെ, എനിക്ക് യേശുവിനെ കാണാൻ പറ്റി, യേശുവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റി, യേശുവിനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹവും അന്തം വിട്ടുപോയി. അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സിസ്റ്ററിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ തലയിൽ കൈവച്ചെന്ന്. എനിക്ക് ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. വലിയ ആത്മീയ ഗുരുക്കന്മാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനും എനിക്കറിയത്തില്ല. ആ സാരമില്ല, പുള്ളിക്കാരൻ ശനിയാഴ്ച വരും, നീ അങ്ങ് പ്രാർത്ഥിച്ചോണ്ടാ മതിയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോൻ എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മയ്ക്ക് അറിയാമോ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് പറഞ്ഞാൽ ഞാൻ ചെയ്യും, വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, അത്രേ എനിക്കറിയത്തുള്ളൂ. ഞാൻ എൻ്റെ മുറിയിൽ കടന്ന് ശനിയാഴ്ച അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച മുഴുവൻ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ ഞാൻ എന്തോ ചെയ്യും, ആ വ്യക്തി വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കൊന്നും അറിഞ്ഞുകൂടാ കർത്താവെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചു. അപ്പം അവിടുന്ന് കൊണ്ടുവന്ന ഒരു വചന പെട്ടി എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവെ ഈ വചന പെട്ടിയിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു സ്ലിപ്പ് എടുക്കും, അതിലെനിക്ക് ഉത്തരം തരണം. ഒരു സ്ലിപ്പ് എടുത്തു, ഉത്തരവില്ല. വീണ്ടും തീക്ഷ്ണമായിരുന്നു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ സ്ലിപ്പ് എടുത്തു, അതിലും ഉത്തരവില്ല. ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് വചനത്തിൽ വരുന്നത്. മൂന്നാമതും പ്രാർത്ഥിച്ചു, മൂന്നാമതൊരു സ്ലിപ്പ് എടുത്തു, അതിലും ഉത്തരവില്ല. ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് അറിയത്തില്ല, നാളെ ആ വ്യക്തി വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും എന്നിങ്ങനെ നിസ്സഹായമായിട്ട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ രൂപം എൻ്റെ കണ്ണിൽ തെളിയാൻ തുടങ്ങി. കർത്താവ് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയാണ്, മോളെ അവൻ വരത്തില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ കർത്താവ് പറയുമോ? ദൈവമല്ലേ, ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ?
ഞാനത് ശരിയാന്ന് തോന്നിയില്ല. ഞാൻ വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ നാളെ ആ വ്യക്തി വരുമ്പോൾ ഞാൻ എങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും? വീണ്ടും ഇതേപോലെ കർത്താവ് വീണ്ടും എൻ്റെ മുമ്പിൽ വന്ന് ഒരു കണ്ണ് ഇറുക്കി അടച്ചിട്ട് പറയും, മോളെ അവൻ വരത്തില്ല. 3 പ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ചിരിയും വന്നു പോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ എൻ്റെ മുറിക്ക് പുറത്ത് വന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മേ കർത്താവ് എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ആ അങ്കിള് വരട്ടെ, അപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച രാവിലെ മുതൽ എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരനെ നോക്കിയിരിക്കുക. രാവിലെയായി, ഉച്ചയായി. അപ്പം പുള്ളിക്കാരൻ വരുമെന്ന് പറഞ്ഞാൽ വരും, തീർച്ച വരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, സന്ധ്യയായി, പുള്ളിക്കാരൻ വന്നില്ല. വരാതായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയാൾ വന്നില്ലല്ലോ പ്രാർത്ഥിക്കാൻ. ഞാൻ സാരമില്ല, കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വരത്തില്ലെന്ന്. ഇങ്ങനെ തുടങ്ങി. ആ ധ്യാനം കഴിഞ്ഞ് വന്ന നിമിഷം മുതൽ കർത്താവ് എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അവ ദൈവം എന്നുള്ളതിനേക്കാളുപരി എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, എന്നോട് ചേർന്ന് നടക്കുന്ന, എന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരനായി മാറി യേശു എൻ്റെ ജീവിതത്തിൽ. എന്നെ വീട് കാര്യങ്ങളിൽ പോലും സഹായിക്കുന്ന ഒരു ശക്തി എന്നെ നയിക്കാൻ തുടങ്ങി. പല ഘട്ടത്തിലും ഈ ശക്തി എന്നിലൂടെ പ്രവഹിക്കുന്നത് കണ്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ട വിധം, കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും കർത്താവ് എന്നെ പഠിപ്പിച്ചു. പലപ്പോഴും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കും, കർത്താവെ എൻ്റെ ജോലി തിരക്കിനിടയിൽ എനിക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ കർത്താവ് എന്നെ ആശ്വസിച്ചിട്ടുണ്ട്. എന്തിനാ മോളെ നീ അങ്ങനെ വിഷമിക്കുന്നേ? നീ തുണി നനയ്ക്കുമ്പോൾ, അടുക്കളയിൽ കറി പാചകം ചെയ്യുമ്പോൾ, നീ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാം നിനക്ക് എന്നോട് സംസാരിക്കാമല്ലോ. നിന്റെ ആ അടുപ്പം, ആ സംസാരം, അതാണ് എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. നിനക്ക് ഞാൻ കൂടുണ്ടെന്നുള്ള വിശ്വാസം, എന്നോടുള്ള അടുപ്പം, അത് മാത്രം എനിക്ക് മതി. അപ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞത്. അതോടുകൂടി 24 മണിക്കൂർ ഓരോ നിമിഷവും എൻ്റെ പ്രാർത്ഥനയായിട്ട് മാറി. ഉറങ്ങുമ്പോൾ പോലും ആത്മാവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ എൻ്റെ ശരീരം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉള്ളിലൊരു ശബ്ദം പാട്ടുകൾ പാടുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഉണർന്നിരിക്കുന്നത് കേട്ട് ഞാൻ ഉണർന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എന്താണ് ദൈവമേ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു അമാനുഷിക ശക്തി എന്നെ നയിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കർത്താവ് എനിക്ക് തന്നത് ഒരു ഓണക്കാലത്താണ്. വെക്കേഷൻ സമയത്ത് എൻ്റെ മോളന്ന് തിരുവനന്തപുരത്ത് പഠിക്കുക. അവളെ പോയി വിളിച്ചുകൊണ്ട് വരണം. ഭർത്താവിന് ലോങ് ഡ്രൈവൊന്നും പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഞാൻ പണ്ടുകാലത്ത് കാർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദുരിതപൂർണമായ ജീവിതകാലത്ത് ഈ ഡ്രൈവിങ്ങിനൊന്നും പറ്റാതെ ആ ലൈസൻസ് മടക്കി പെട്ടിയുടെ അടിയിൽ വെച്ച് വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്കറിയാനും വയ്യ, ആ സ്ഥിതിയിലിരിക്കുക. അങ്ങനെ കർത്താവുമായിട്ട് സംസാരിച്ച് ജീവിതം തുടങ്ങിയ ആ സമയത്ത് കർത്താവ് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാം, മോളെ നീ ആ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഞാൻ പറഞ്ഞില്ല കർത്താവേ, എനിക്ക് അതിനോടുള്ള ആഗ്രഹം എല്ലാം വിട്ടു, എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യണമൊന്നുമില്ല, എനിക്ക് അതിനുള്ള ക്രൈസ് എല്ലാം പോയി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് രോഗിയായിരുന്ന സമയത്ത് അവനെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ നിനക്ക് ചിലപ്പോൾ വണ്ടി എടുക്കേണ്ടി വരും, നീ അത് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കർത്താവിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു 3-4 ദിവസം ഒരു ഡ്രൈവറെ വെച്ച് ഞാൻ ഈ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. ആ സമയത്ത് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഓടിക്കാനും പറ്റുന്നില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ ഒന്ന് പോയി അവളെ വിളിച്ചോണ്ട് വരട്ടെ. അപ്പോൾ സാധാരണ അദ്ദേഹം ഭയങ്കര വെപ്രാളമുള്ള ആളാണെങ്കിലും എൻ്റെ ഈ ഒരു വിശ്വാസവും ധൈര്യവും ഒക്കെ കണ്ടുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തനിയെ, ഇപ്പം വീട്ടിലാരും അറിയുന്നില്ല ഞാൻ തനിയാണെന്ന്. എൻ്റെ 2-3 കൂട്ടുകാരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ തനിയായിരുന്നു. വണ്ടി എടുത്ത് കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്നൊരു പേടി എനിക്ക് വരാൻ തുടങ്ങി. ഇവിടുന്ന് തിരുവനന്തപുരം വരെ എത്തി മോളെയും വിളിച്ച് തിരിച്ചെത്തണം. അത്രയും ദൂരം ഞാൻ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല. എനിക്ക് പെട്ടെന്നൊരു പേടി വന്നപ്പോൾ ഞാൻ കാർ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. എൻ്റെ കർത്താവെ എനിക്ക് പേടിയാവുന്ന, എൻ്റെ കൂടെ ഒന്നുണ്ടായിരിക്കണേ എന്ന് ഹൃദയം തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വലതുവശത്തിരിപ്പുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്, മുഖം ഞാൻ കണ്ടില്ല. പക്ഷേ ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് സഹിതം എല്ലാം എനിക്ക് കാണാം. വലിയൊരു ധൈര്യം എനിക്ക് കിട്ടി. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഓടിച്ചോ എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി. മോളെയും തിരിച്ച് വിളിച്ച് കാറിൽ കയറ്റി തിരിച്ച് കാർ ഇറക്കാൻ നേരം ഞാൻ പറഞ്ഞു, മോളെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു. മോളെയും കാറിൽ കയറ്റി തിരിച്ച് വണ്ടി എടുക്കുന്ന സമയം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കണ്ണടച്ച് കർത്താവിൻ്റെ രൂപം ധ്യാനിച്ചുകൊണ്ടൊരു പ്രാർത്ഥനയായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നില്ല, വണ്ടി മുമ്പോട്ട് ഓടുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കൊല്ലത്തെത്തി വണ്ടി നിർത്തി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അല്പസ്വല്പമൊക്കെ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന എൻ്റെ മകള് അത്ഭുതപ്പെട്ട് കാറിലിരിക്കുക, ഇറങ്ങുന്നില്ല. എന്താ മോളെ ഇറങ്ങാത്തെ? അമ്മ എന്തോ ഈ കാണിച്ചേ? ഞാൻ എന്ത് കാണിച്ചു?
അമ്മ ഇത്രയും നേരം പ്രാർത്ഥിച്ച സമയം മുഴുവനും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഈ കൊല്ലത്തെത്തുന്നവരെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനല്ല ആ വണ്ടി ഡ്രൈവ് ചെയ്തത്. കർത്താവ് എനിക്ക് വേണ്ടി വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ കൊണ്ടെത്തിച്ചു എന്ന് മനസ്സിലായി. അപ്പൊ ശരിക്കും ആ ഒരു ശക്തി എങ്ങനെ ഇത് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നു. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കിതിൻ്റെ ഉത്തരം പിടികിട്ടുന്നില്ല. എനിക്ക് ബൈബിള് വായിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോടും എനിക്കൊന്നും ചോദിക്കാനും വയ്യ. ആരോടെങ്കിലും ചോദിച്ചാൽ ഇരട്ടി കൺഫ്യൂഷൻ ആക്കിക്കളയുമോ എന്നൊരു പേടിയുണ്ട്. അത് കാരണം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത നാത്തൂന് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ദേഷ്യം, വഴക്ക്, അവസാനം വിവാഹമോചനത്തിൻ്റെ ഘട്ടം വരെ എത്തി. അപ്പം എൻ്റെ അപ്പച്ചി പറയുകയും ചെയ്തു, ഇവിടുന്ന് ഇറങ്ങിപ്പോയ സാത്താൻ ഇപ്പം അവിടോട്ടാണ് ചെന്ന് കയറിയാണ്. അതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവരെ പെട്ടെന്നൊരു ധ്യാനത്തിന് കൊണ്ടുപോകണം എന്നൊരു സ്റ്റേജ് വന്നു. ആ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാനൊന്ന് ധ്യാനത്തിന് പൊയ്ക്കോട്ടെ ഇവരുടെ കൂടെ എന്ന് ചോദിച്ചു. കർത്താവ് എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. കർത്താവ് പറഞ്ഞു, മതി, നീ പ്രാരംഭ ധ്യാനം കൂടിയത്, നീ ഇനി വളർച്ചയുടെ ധ്യാനമാണ് കൂടേണ്ടത്. അപ്പം ഈ പ്രാരംഭ ധ്യാനം എന്തുവാ, വളർച്ചാ ധ്യാനം എന്തുവാ, ഇതും എനിക്കറിയത്തില്ല. എല്ലാം കർത്താവ് തന്നെ പറഞ്ഞു തരുക. ഞാൻ വളരെ ക്ഷമയോടെ ആ ധ്യാനത്തിന് പോകാതെ പിടിച്ചു നിന്നു. വളർച്ചാ ധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഒരു ധ്യാനത്തിന് പോയപ്പോഴാണ് ഒരു വ്യക്തിയിൽ കർത്താവിൻ്റെ ഒരു ശക്തി, ആ വിശുദ്ധീകരണം കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ കർത്താവിൻ്റെ ഒരു അമാനുഷിക ശക്തി പലപ്പോഴും പ്രകടമാവും എന്നൊരു പോയിന്റ് ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും നാളും കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു, എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കാനായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് പലരുടെയും ആത്മീയമായിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ മതി, ഞാൻ എല്ലാം വിടുകയാണ്, എൻ്റെ കുടുംബവും വിട്ട് ഈ ബൈബിളും കൊണ്ട് ഒരു വെള്ള വസ്ത്രവും ധരിച്ച് ഞാൻ ഇറങ്ങുകയാണ് നിനക്ക് വേണ്ടി പ്രഘോഷിക്കാനെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവിടെ ഇരിക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ഇരിക്കുക, നിന്റെ കുടുംബത്തിലെ എല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അതിനുവേണ്ടിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നീ എനിക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നിന്നെ ഞാൻ പുറത്തോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. വലിയ വിഷമം തോന്നി, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ കർത്താവിനെ അനുസരിച്ചു. ആ അനുസരണയിൽ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അനുസരിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ, അത് അത്ഭുതങ്ങളെന്നല്ല, ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു ഘട്ടത്തിൽ എന്നെ അടുത്ത് കർത്താവ് പറഞ്ഞു, മോളെ അവൻ്റെ പ്രഷറും ഷുഗറും ഞാനിങ്ങ് എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി. ബ്ലഡൊക്കെ കൊടുത്തിട്ട് ചെക്കപ്പിന് എല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ബ്ലഡൊക്കെ കൊടുത്തു കേട്ടോ സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. സാരമില്ല, നീ ഇപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഒരു 5 മണി 6 മണി സമയമായപ്പോൾ എൻ്റെ അച്ഛൻ ഫോൺ ചെയ്യുക, ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ചോദിച്ചു, എന്തായി, റിസൾട്ട് കിട്ടിയോ? അപ്പോൾ എൻ്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് ഫോണിൽ കൂടെ പറയുകയാണ്, മോളെ നീ ഏത് വിശ്വാസത്തിൽ നിൽക്കുന്നോ ആ വിശ്വാസത്തിൽ തന്നെ നിന്നാ മതി, നിന്റെ വിശ്വാസം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് എൻ്റെ കയ്യിൽ റിസൾട്ട് കിട്ടിയതാ മോളെ, അവൻ്റെ എല്ലാ ഫങ്ഷനും നോർമലായിരിക്കുന്നു, പ്രഷറില്ല, പ്രഷർ ചെക്ക് ചെയ്തപ്പം ഷുഗറില്ല, ഒന്നുമില്ല, അവൻ നോർമലായിരിക്കുന്നു. എന്നിട്ട് എൻ്റെ അച്ഛന് വലിയ വിശ്വാസത്തോടെ എൻ്റെ അടുത്ത് പറയുകയാണ്, മോളെ നീ നിൽക്കുന്ന വിശ്വാസം വിട്ടിട്ട് നീ എങ്ങും പോകണ്ട, എനിക്ക് മനസ്സിലായി നിന്റെ വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കർത്താവിന് നന്ദി പറഞ്ഞു. രോഗങ്ങളെല്ലാം മാറി, എങ്കിലും മദ്യപാനം, മരുന്നുകളോടുള്ള ആസക്തി അത് വീണ്ടും അദ്ദേഹത്തിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് കർത്താവ് ഇതൊന്നും പെട്ടെന്ന് ശരിയാവാത്ത, എല്ലാം ഒന്ന് ശരിയാക്കി അദ്ദേഹത്തിന്. അപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറയാണ്, മോളെ എനിക്ക് അവനെ വേണം, എനിക്ക് ഒറ്റയടിക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവനത് താങ്ങാൻ പറ്റത്തില്ല. ഘട്ടം ഘട്ടമായിട്ട് ഞാൻ അവനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ രോഗങ്ങളെല്ലാം മാറി. ഈ രോഗങ്ങൾ മാറുന്നതിന് മുമ്പ് ഒരത്ഭുതവും കർത്താവ് ചെയ്തിരുന്നു. അത് ഞാൻ ഗുളിക എടുത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരിക, അദ്ദേഹം വെള്ളം എടുത്ത് ഗുളിക തിന്നാനിരിക്കുക. പെട്ടെന്ന് ഞാൻ കർത്താവിന് മുമ്പ് ചോദിച്ചു, കർത്താവേ ഇപ്പോഴും ഈ മരുന്ന് കൊടുക്കേണ്ടി വരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, എന്തിനാ മോളെ നീ അവനെ ഈ ഗുളിക എല്ലാം കൂടെ തീറ്റിക്കുന്നത്? ഇങ്ങനൊരു വ്യക്തി സംസാരിക്കുന്ന പോലെ. ഞാൻ അപ്പം തന്നെ ഈ ഗുളിക കയ്യിൽ നിന്ന് അങ്ങ് വലിച്ചെറിഞ്ഞു. ഓടിച്ചെന്ന് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് തരുന്നില്ല കേട്ടോ. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിപ്പോയി. അയ്യോ പെട്ടെന്ന് ഇങ്ങനെ ഗുളിക നിർത്തിയാൽ എനിക്ക് വീണ്ടും രോഗം വന്നാലോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് പറഞ്ഞ് അത് സംഭവിച്ചിരിക്കും. ഞാൻ എൻ്റെ അച്ഛനെയും വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി ഗുളിക കൊടുക്കുന്നില്ല. അപ്പോൾ അച്ഛനും പറഞ്ഞു, ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ ആ രോഗം മാറിയിരിക്കും.
പ്രിയപ്പെട്ടവരെ, ആ ഗുളിക നിർത്തി അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയാണ് അദ്ദേഹത്തിന് അസുഖം കുറഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അസുഖം പൂർണ്ണമായി മാറിയെന്നുള്ള കാര്യം ആ ചെക്കപ്പിലൂടെ കർത്താവ് തെളിയിച്ചും തന്നു. അപ്പോഴും അദ്ദേഹം കർത്താവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, കർത്താവിനെ നാഥനായിട്ട് സ്വീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്തുകൊണ്ട് ഈ താമസം? കർത്താവ് പറഞ്ഞൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ അവനെ വിടുവിച്ച് നിന്റെ കയ്യിൽ തരും എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു. ഒരു രാത്രി അദ്ദേഹത്തിന് വീണ്ടും ഒരു മാനസിക വിഭ്രാന്തി പോലെ അങ്ങ് ഇളകി തുടങ്ങി. രണ്ടാമതും അപ്പോൾ മരുന്നുകളെല്ലാം നിർത്തി, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച്, കർത്താവെ, നിന്നെ അറിയുന്നവർ ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ ഇടവരികയില്ല എന്ന് വചനം പറയുന്നു. ഒരിക്കലും കർത്താവെ, നീ ഞങ്ങളെ ലജ്ജിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കരുത്. നിന്നെ പ്രതിയാണ് ഞങ്ങൾ ലോകത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ലോകം തിരിച്ചു വരരുത്. ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയായി, ഞങ്ങൾ രണ്ടുപേരെയും ഉറങ്ങാൻ കിടന്നു. അദ്ദേഹത്തിന് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണരുമ്പം ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അദ്ദേഹം കട്ടിലില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മുൻപിലത്തെ മുറിയിൽ ഒരു ടേപ്പ് റെക്കോർഡിൽ ഒരു ആത്മീയ ടോക്കിൻ്റെ കാസറ്റ് കേട്ടുകൊണ്ടിരിക്കുക. കാസറ്റ് ഒരു വശത്ത് കേൾക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അത് ഭയങ്കര അസ്വസ്ഥനായിട്ട് ഇത് കേൾക്കാൻ പറ്റാതെ ഇങ്ങനെ വളരെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അത് കേൾക്കുന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വന്ന് കിടന്നുകൂടെ എന്ന് ചോദിച്ചു. ക്രുദ്ധമായിട്ട് എന്നെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇങ്ങനെ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കിടക്കാൻ കട്ടിലോട്ട് അങ്ങോട്ട് കിടക്കുമ്പോൾ ഞങ്ങളുടെ മുറിയിൽ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഈ ശബ്ദം ഞാനിങ്ങനെ ശ്രദ്ധിക്കും തോറും അത് കൂട്ടിലടച്ച ഒരു സിംഹത്തിൻ്റെ മുരളിച്ചയാണ്. നമ്മൾ സൂവിലൊക്കെ ചെല്ലുമ്പം വിശന്ന് സിംഹങ്ങൾ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഒരു ശബ്ദം എൻ്റെ മുറിക്കകത്ത് മുഴങ്ങാൻ തുടങ്ങി. ഞാനിങ്ങനെ ചെവി ഓർത്തു, ഈ കാസറ്റിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിരിക്കുമെന്ന് വിചാരിച്ചു. വീണ്ടും ചെവി ഓർത്തപ്പോൾ അല്ല, കാസറ്റിലൊരു പ്രസംഗം കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ മുറിയിൽ ഈ സിംഹത്തിൻ്റെ ശബ്ദവുമുണ്ട്. പെട്ടെന്നൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ വായും പിളർന്ന് നടക്കുകയാണ്. അയ്യോ, ഇത് പിശാചാന്ന് പറഞ്ഞ് ഞാൻ ചാടി എൻ്റെ കട്ടിലിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ കർത്താവിൻ്റെ സ്വരം വ്യക്തമായിട്ട് കേൾക്കും, നീ കിടക്കവിടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ എഴുന്നേറ്റ് അതേ സ്പീഡിൽ കിടന്നു കർത്താവിനെ അനുസരിച്ചു. പക്ഷേ എൻ്റെ ദേഹം ആലില പോലെ വിറയ്ക്കുക. അയ്യോ കർത്താവേ, ഇത് പിശാചാന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ നാമത്തിൽ അവനെ ശാസിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല, ഞാൻ ഇതൊരു പിശാചിനെ ഒന്നും ഓടിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് പിശാചിനെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ, നീ ധൈര്യമായിട്ട് നിൻ്റെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റുപറയാൻ എൻ്റെ നാമത്തിലെന്ന് പറഞ്ഞു. കർത്താവ് ഓരോ വാക്കുകൾ എന്നെ അടുത്ത് പറയുകയാണ്. ആദ്യം വിറച്ച് പിന്നെ വലിയ ശക്തിയോടുകൂടി ഞാൻ ഈ പ്രാർത്ഥന പറയാൻ തുടങ്ങിയപ്പോൾ ഈ ശബ്ദം എൻ്റെ മുറിയിൽ നിന്ന് വിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോഴും എനിക്ക് പിടി കിട്ടിയില്ല ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ അതിൻ്റെ തെളിവ് എനിക്ക് കിട്ടിയത് പിറ്റേ ദിവസം ഈ വലിയ അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുക, ഞാൻ ഒരു ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ ഡിവൈനിലേക്കൊന്നും അല്ല, വേറൊരു സ്ഥലത്തേക്ക് ഒരു സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടുന്ന ധ്യാനം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ധ്യാനം. ആ ധ്യാനത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് പെട്ടി അടച്ചു വെച്ച് ദേഹം ഒറ്റ പോക്കങ്ങ് പോയി. ഒരാഴ്ച ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി ആ മകനെ തിരിച്ചു കൊണ്ടുവരണം കർത്താവെ. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ, നീ പൂർണ്ണമായി അവനെ എനിക്ക് സമർപ്പിക്കുക. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ, മുഴുവനായി നീ അവനെ എനിക്ക് വിട്ടുതരിക. എൻ്റെ വേലയ്ക്കായി നീ അവനെ വിട്ടു തന്ന് സമർപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ അവനെ ഒരുക്കി തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ചു, കർത്താവെ, മുഴുവനായി ഞാൻ അവനെ നിനക്ക് വിട്ടുതരികയാണ് കർത്താവെ, നീ എടുക്കണം, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി കർത്താവെ എന്ന് പറഞ്ഞു. ആ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പം 13-14 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെയാണ് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നത്. അതൊരു 5 വർഷത്തിന് മുമ്പ്. ഞാൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷക്കാലത്തിന് ശേഷമാണ് അദ്ദേഹം കർത്താവിനെ അറിഞ്ഞത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലായപ്പോൾ ആ മകൻ ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ സ്വന്തം ജീവിതം പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറാൻ തുടങ്ങി. അതുവരെ നഷ്ടപ്പെട്ടു പോയിരുന്ന കുടുംബനാഥൻ്റെ സ്ഥാനം, മദ്യപാനവും മയക്കുമരുന്നും കൊണ്ട് പിശാച് ബന്ധിച്ച് താഴെയാക്കി കിടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെ കർത്താവ് പുനഃസ്ഥാപിക്കുകയാണ്. എന്നെ തിരിച്ചൊരു ഭാര്യയുടെ സ്ഥാനത്തേക്ക്, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പലപ്പോഴും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ റോളും കൂടെ കളിക്കേണ്ടി വന്നിരുന്നു.
അതൊരിക്കലും കർത്താവിൻ്റെ നിയമത്തിന് വിരുദ്ധമാവാനല്ല, പക്ഷെ എന്നാലും കർത്താവ് സ്ഥാപിച്ച ഒരു കുടുംബത്തിലെ തിരിച്ച് ഒരു ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, മക്കൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ആ സമയമായി എൻ്റെ ഭർത്താവും പൂർണ്ണമായി വിടുതലായി കഴിഞ്ഞപ്പോൾ 78 വയസ്സുള്ള എൻ്റെ അപ്പച്ചി പൂജാമുറിയിൽ നിറയെ ദൈവങ്ങളുടെ രൂപങ്ങൾ വെച്ച് അമ്പലങ്ങളിൽ ഈ മക്കൾക്ക് വേണ്ടി എല്ലാം 108 ഷഷ്ടി വ്രതങ്ങൾ വീതം നോറ്റ് എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ആ അമ്മായിയമ്മ, എൻ്റെ അമ്മ, ആ പൂജാമുറിയിലെ എല്ലാം വിഗ്രഹങ്ങളും പടങ്ങളും എടുത്തു കളഞ്ഞിട്ട് ഇതിനെയെല്ലാം ഞാൻ വിളിച്ചത് എൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അന്നൊന്നും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നല്ലതുണ്ടായിട്ടില്ല. പക്ഷെ എന്നവർ 3 പേരും യേശുവിനെ അറിഞ്ഞോ അന്ന് മുതൽ അവർ സമാധാനം കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇനി ആ യേശുവിനെ മതി എന്ന് പറഞ്ഞ് ആ 78 വയസ്സായ അമ്മയും കർത്താവിലേക്ക് വന്നു. അതോടുകൂടി എൻ്റെ കുടുംബത്തിൽ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വിശ്വാസമായി. ഏറ്റവും അവസാനം എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് നിന്നിരുന്ന അച്ഛനും ഒരു ധ്യാനം കൂടാനും, പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹം ഒരു മാരകമായ രോഗമായി കഴിഞ്ഞിരുന്നു. പക്ഷെ ആ രോഗത്തിൻ്റെ അവസ്ഥ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ അറിഞ്ഞ ദൈവത്തിനെ എനിക്കും അറിയണം, എനിക്കും സമാധാനം വേണം, സന്തോഷമായിട്ട് എനിക്ക് ഈ രോഗത്തിൽ കൂടെ കടന്നു പോകണം. അങ്ങനെ എൻ്റെ കൂടെ ഒരു ധ്യാനത്തിന് വന്നു. അച്ഛനും പൂർണ്ണ മനസ്സോടുകൂടി യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. അച്ഛൻ്റെ രോഗശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അച്ഛൻ പറയുമായിരുന്നു, മോളെ അങ്ങനെ പ്രാർത്ഥിക്കരുത്, എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുത്ത് പോകാൻ ധൃതിയായി, എനിക്ക് യേശുവിനെ കാണണം, നീ എനിക്ക് രോഗം മാറാൻ പ്രാർത്ഥിക്കല്ലേ, എത്രയും പെട്ടെന്ന് ഞാൻ യേശുവിൻ്റെ അടുത്ത് ചെല്ലട്ടെ എന്ന് പറയും. കണ്ണീരോടുകൂടി വേദനയോടുകൂടി ആണെങ്കിലും അച്ഛൻ്റെ ആ ഒരു അപേക്ഷ ഞാൻ കേട്ടു. ആ അച്ഛനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവിനെ അറിഞ്ഞ് സന്തോഷമായി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു പോയി. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ എല്ലാവരും, എൻ്റെ അച്ഛനും എല്ലാവരും രക്ഷിക്കപ്പെട്ട ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു പടിയിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം സാക്ഷ്യമാണ്. ഞാൻ എങ്ങനെ കർത്താവിനോട് കൂടെ നിന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പൈശാചിക ശക്തികളുടെ നേരെ ഒരു ആത്മീയ പോരാട്ടം നടത്തുവാൻ ഒന്നും അറിയാതിരുന്ന, ഒരു ശക്തിയുമില്ലാതിരുന്ന എന്നെ കർത്താവ് ശക്തിപ്പെടുത്തി നിർത്തി എങ്ങനെ എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുടുംബത്തിനെ രക്ഷിച്ചെടുത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ സാക്ഷ്യമായിട്ട് മാറി. ഇനി ആ സാക്ഷ്യത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ ഘട്ടം ആത്മീയമായി കർത്താവ് എങ്ങനെ വളർത്തി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അദ്ദേഹത്തിനെയാണ് കുടുംബം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തി ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ. എന്നെ മുമ്പ് കണ്ടിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇതിനകത്തൊക്കെ കാണും. കണ്ടറിയത്തില്ലായിരുന്നു. മുഖമെല്ലാം വീർത്ത് ചേർത്ത്, ശരീരമെല്ലാം ചേർത്ത്, ഒരുമാതിരി കണ്ണൊക്കെ തുറക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ചേർത്തിരുന്ന എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് വിടുവിച്ചു. ആ വിടുവിച്ച് രോഗസൗഖ്യം തന്നതിനേക്കാളും അങ്ങേയറ്റം എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നതും എനിക്ക് അനുഭവപ്പെട്ടതും എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ ഈ സ്നേഹത്തെപ്പറ്റി, അവിടുത്തെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും അത് അറിയാനും അനുഭവിക്കാനും അവിടുന്ന് ഇടകൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ പോരാ, നീ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, നിന്നെ വിളിക്കുമ്പോൾ നീ അത് ആ മക്കൾക്ക് വേണ്ടി ഒന്ന് നിന്റെ നാവെടുത്ത് പ്രാർത്ഥിക്കണം. കാരണം നാവിലൂടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ജീവനും മരണവും ഞാൻ നിന്റെ നാവിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതനുസരിച്ച്, പിതാവേ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ എൻ്റെ ജീവിത പങ്കാളിയുടെ കൈകൾ പിടിച്ച് ഞങ്ങളൊരു പൂർണ്ണ മനുഷ്യൻ ഇപ്പോഴാകുന്നു പിതാവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുത്തെ ആത്മാവ് കടന്നു വരട്ടെ പിതാവേ ഇവിടത്തേക്ക്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ പിതാവേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ എല്ലാവരും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാണ്. എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ. ഇനി കുറച്ചു നേരത്തേക്ക് ഞങ്ങളുടെ രോഗാവസ്ഥ, ഞങ്ങളുടെ കടബാധ്യത, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ഞങ്ങളുടെ പീഡനങ്ങൾ, ഭർത്താവിന്റെ മദ്യപാനം, ഭാര്യയുടെ ബാക്കിയുള്ള സ്വഭാവം, ഇതെല്ലാം മറന്ന് കർത്താവായി യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, യേശുവിനോട് കൂടെ ഒപ്പമായിരിക്കാൻ പിതാവേ
അവിടുത്തെ ആത്മാവിനോട് പ്രാർത്ഥിക്കുന്ന പിതാവേ, നിറയുക പിതാവേ. ഇവിടെ യേശുവിന്റെ നാമത്തിൽ നിറയുക, ഹൃദയങ്ങളെ തുറക്കുക പിതാവേ. അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. യേശുവിന്റെ നാമത്തിൽ നന്ദി. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഈ അവസ്ഥ, ഞങ്ങൾ ശാരീരികമായും സ്പിരിച്വലായും ആത്മീയമായും രക്ഷിക്കപ്പെട്ടു. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മയിൽ പോയി. ആ കൂട്ടായ്മയിൽ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന സഹോദരങ്ങളായിരുന്നു. ഞങ്ങൾക്കും അങ്ങേയറ്റത്തെ സ്നേഹം ഉണ്ടായിരുന്നു എന്നല്ല, അത് ഇപ്പോഴും തുടരുന്നു. ആ സഹോദരങ്ങളെ ഞങ്ങൾക്ക് അങ്ങേയറ്റ സ്നേഹമാണ്, അവർക്ക് ഞങ്ങളെയും സ്നേഹമാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു, അവിടെ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ കാലം കഴിഞ്ഞു, കുറേ കാലം ഇങ്ങനെ നീണ്ടു പോയി. പ്രാർത്ഥനകളെല്ലാം അവിടുത്തെ രീതികളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് പതുക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ഹൃദയത്തിലാണെന്ന് ബോധ്യം തരാൻ തുടങ്ങി ഓരോരോ കാര്യങ്ങൾ. കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ദൈവമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പറ്റല്ലേ എന്നുള്ളതാണ് കാര്യം. എന്താണെന്ന് ദൈവം എന്നുള്ള എൻ്റെ സങ്കല്പം, ഇത് സാക്ഷ്യമാണ്, ഞാൻ ആരും പഠിപ്പിക്കുകയല്ല, എൻ്റെ സാക്ഷ്യമാണ്. എനിക്കെങ്ങനെ അനുഭവപ്പെട്ടു, ഞാൻ എങ്ങനെ കടന്നു പോകുന്നു, ആ വിധമാണ് പറയുന്നത്. ദൈവം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു സങ്കല്പം, ദൈവസങ്കല്പം, ഇതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഒരു സങ്കല്പം, ദൈവം എന്തോ ഒരു വലിയ ശക്തി എവിടെയൊക്കെയോ ഇരുന്ന് മനുഷ്യരെ ഭരിക്കുന്നു. സ്നേഹമാണെങ്കിൽ തന്നെ ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്ന എവിടെയോ ഇരുന്ന്. പക്ഷെ എൻ്റെ യേശുവിനെ അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഇതൊന്നുമല്ല ദൈവം. കുറെ നിയമങ്ങളും പാലിപ്പിച്ച്, കുറെ നിയമങ്ങളും പറഞ്ഞ്, നീ ആ വഴി പോയില്ലെങ്കിൽ നിന്നെ അത് ചെയ്യും, നീ ഈ വഴി പോകണം, നീ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. അല്ല, എൻ്റെ യേശു സ്നേഹമാണ്. എൻ്റെ യേശു ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ എനിക്ക് കാണാം, തൊടാം, അനുഭവിക്കാം, അറിയാം. ഇതൊന്നും കള്ളമല്ല, വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. പരിശുദ്ധാത്മാവാണ് സാക്ഷി. പരിശുദ്ധാത്മാവല്ലാതെ വേറെ ആരും എനിക്ക് സാക്ഷിയില്ല. ഞാൻ ഈ പറയുന്നതിന് ഒരു വ്യക്തിയായിട്ട് എനിക്കറിയാം ദൈവത്തിനെ, എനിക്ക് അനുഭവിക്കാം. ആ വ്യക്തിയുടെ സ്നേഹം കടന്നു വരുന്ന ചില സമയങ്ങളിൽ ഞാൻ വാവിട്ട് ചിലപ്പോൾ നിലവിളിക്കും. കർത്താവ് കയറിയതിന് മുമ്പ് തന്നെ പറഞ്ഞു, നീ നിന്നെ നിയന്ത്രണം വിടരുതെന്ന്. കർത്താവ് എന്നെ സഹായിക്കണേ. അപ്പോ കർത്താവ് ഓരോ നിമിഷവും അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുകാരനാ ദൈവം. ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ച്, ആ വഴി മോനെ, ഈ വഴി പോ, ഇങ്ങനെ പോ, അങ്ങനെ പോ, ഇത് പോ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിപ്പിച്ച് ഒരു സ്റ്റേജായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ, സ്നാനം എന്ന് പറയുന്നത് ആവശ്യമാണ്. ഞാൻ ചോദിച്ചു, കർത്താവ് സ്നാനം എന്നൊക്കെ പറയുമ്പം എന്തുവാ അത്? ഞങ്ങളത് സ്നാനപ്പെടുവോ വല്ലതും ചെയ്യുവാണെങ്കിൽ അതൊരു പ്രത്യേക ഇതായിട്ട് മാറുമല്ലോ. ഞാൻ കർത്താവ് ചോദിച്ചു, മോനെ, നിങ്ങളുടെ അടുത്ത് എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. മോളെ, എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാം, മോളെ, ഞാൻ മതം സ്ഥാപിക്കാൻ വന്നവനല്ല മോളെ. എനിക്കും ഇന്ന് കാണുന്ന എൻ്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മതങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മോളെ. കർത്താവ് അവിടെ മതത്തെ പൊളിച്ചെഴുതുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, മോളെ, ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാ. യേശുവും നിങ്ങളുമായിട്ടുള്ള ബന്ധം കൂട്ടുകാരായിട്ടുള്ള ബന്ധമാ. ഇതെല്ലാം ഞാൻ സാധിക്കുന്നത് എൻ്റെ ആത്മാവിലെ പരിശുദ്ധാത്മാവാണ് എല്ലാം നടത്തി തരുന്നത്. അവിടെ ദൈവത്തെ ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ വഴി, പുതിയതല്ലത്, ദൈവ ഉദ്ദേശിച്ച പഴയ വഴി തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കി തരുമായിരുന്നു, ഹൃദയത്തിനൊരു തുറവി. ഞാൻ ചോദിച്ചു, കർത്താവ്, അപ്പൊ ഈ സ്നാനം എന്ന് പറയുന്നുണ്ട്, മോനെ, അത് മതത്തിൽ ചേരാനുള്ളതല്ല സ്നാനം. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ കർത്താവ്? കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കർത്താവ് പഠിപ്പിച്ചത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് ഞാൻ ഈ ബൈബിളും കണ്ണാടിയൊക്കെ എടുത്തോണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇത് സാക്ഷ്യം പറയുകയുള്ളായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം, കർത്താവ് പഠിപ്പിച്ച ആ ഒരു ലൈൻ മാത്രം. ഇതും സാക്ഷ്യത്തിന്റെ ഭാഗമാണ്, ടീച്ചിങ്ങിന്റെ ഭാഗം ഒരിക്കലുമല്ല. കാരണം എനിക്കതിന് കർത്താവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞത് റോമർ 6:4 ആണ്, 6:3. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ ചോദിച്ചു, എന്താ കർത്താവെ അത് പറഞ്ഞിരുന്നു? കർത്താവ് ഓരോ വചനഭാഗം എടുത്ത് കാണിച്ചിട്ടാണ് കർത്താവ് ഡിസ്ക്രൈബ് ചെയ്യുന്നു.
അവിടെ കർത്താവ് പറഞ്ഞു, മോനെ സ്നാനപ്പെടുക എന്ന് വെച്ചാൽ നീ മുങ്ങുമ്പോൾ എന്നോടുകൂടി മുങ്ങി നീ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് നീ ഉയർക്കുന്നു. അപ്പൊ ഉയർക്കുന്നു എന്ന് പറയാം, ഉയർത്ത് കഴിഞ്ഞ് ഞാൻ ഉയർത്ത് കഴിഞ്ഞ് എവിടാ പോയത്? സ്വർഗത്തിലാ. നീ ഉയർത്ത് കഴിഞ്ഞാലും ഇരിക്കുന്നത് സ്വർഗത്തിലാ. ഞാൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ കർത്താവ്. മോനെ അതാണ് സ്നാനം. അല്ലാതെ ഇത് മതത്തിൽ ചേരാനല്ല, ഒരു പെന്തക്കോസ് ആവാനും അല്ല, ഒരു വേറുള്ള ഇതും ആവാനും അല്ല, ഒന്നും അല്ല. ഇത് നിങ്ങളെ ഞാൻ നയിക്കുന്നതാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ കർത്താവെ അല്ലാതൊക്കെ പഠിപ്പിക്കുന്ന ഈ മകനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതുകൊണ്ട് സ്നാനം ഏറ്റില്ലെങ്കിലും കുഴപ്പമില്ല, കുരിശിലെ കള്ളന് അത് ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും. മോനെ കാര്യമൊക്കെ ശരിയാണ്. എന്നോട് ഞാൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. കർത്താവ് പലപ്പോഴും പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ വളരെ രസമാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മോനെ ഇന്ദിരാഗാന്ധി നിങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഞാൻ പറഞ്ഞാൽ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മോൻ രാജീവ് ഗാന്ധി. ഞാൻ പറഞ്ഞു രാജീവ് ഗാന്ധി ലണ്ടനിലല്ലേ പഠിച്ചിരുന്നത്? ആയിരിക്കും, എനിക്കറിയത്തില്ലായിരുന്നു തോന്നുന്നു. അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഇവിടെ പ്രധാനമന്ത്രിയാണ്. രാജീവ് ഗാന്ധി അവിടെ പോയി കഴിഞ്ഞ് ഒരിടത്ത് താമസിച്ച്, വലിയ പൈസയുടെ ബലം കൊണ്ട് അവിടെ വലിയൊരു സ്ഥലത്തൊക്കെ താമസിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് അവിടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം ഭരിക്കുക, സ്കൂളിൽ പോകുന്ന പ്രിൻസിപ്പലിനെ ഭരിക്കുക, കോളേജിൽ പോകുന്ന ബാക്കിയുള്ളവരെ ഭരിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ പറയും? ഞാൻ പറഞ്ഞു അവർ ഓടിക്കുക, അവർ സഹിക്കത്തില്ല. അതാണ് ഇന്ദിരാഗാന്ധിയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അതേസമയം രാജീവ് ഗാന്ധി മടങ്ങി ഡൽഹി വന്നു കഴിഞ്ഞിട്ട് ആ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ രാജീവ് ഗാന്ധി പറയാൻ നടക്കത്തില്ലേ? ഞാൻ പറഞ്ഞു നടക്കും. അതെന്താ? അവന്റെ ഭവനത്തിൽ വന്നു, അവന് അധികാരം കിട്ടി. അതാ മോനെ സ്നാനം തിരിച്ചു വരുന്നത്. നിങ്ങൾ മക്കളായിരിക്കാം, മക്കൾ വല്ലയിടത്ത് വരുന്നതുകൊണ്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കാര്യവും ഇല്ല. പക്ഷേ എന്റെ ഭവനത്തിൽ, സ്വർഗത്തിൽ എന്നോടൊപ്പം, എന്റെ പിതാവിനോടൊപ്പം നിങ്ങൾ ആയിത്തീരുകയാണ് നിങ്ങൾ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പൂർണ്ണ അധികാരവും പൂർണ്ണ അവകാശവും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു കൊള്ളാം കർത്താവേ. കർത്താവ് പറഞ്ഞു ബട്ട് വെയിറ്റ്. ഞാൻ ശാന്ത, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു മതി കർത്താവേ, അവിടുന്ന് സമയം പറയണം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് കർത്താവ് ഈ വചനങ്ങൾ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് ബാക്കിയുള്ളത് കർത്താവ് പറഞ്ഞു തന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോഴാണ് ജീവന്റെ ഒരു പുതിയ പുതുക്കം കിട്ടുന്നത്. ഇതൊക്കെ മനസ്സിലായി തുടങ്ങി. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോ ഒരു സ്നാനം കൊണ്ട് ശരിക്കും കർത്താവിനോട് അതായത് കർത്താവിന്റെ അതേ സ്ഥാനമാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇതെങ്ങനെ കിട്ടും? ഒരു സ്നാനം എന്ന് പറയുന്ന പ്രക്രിയ കൊണ്ട് കർത്താവിന്റെ സ്നാനം കിട്ടും? കർത്താവ് പറഞ്ഞു കിട്ടും. ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മൾ കാണാം. കർത്താവും പറഞ്ഞു കാണാം. വെയിറ്റ് ചെയ്തു. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് കർത്താവ് ഓരോന്നും സ്നാനത്തെ പറ്റി പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് കർത്താവ് പറഞ്ഞതുപോലെ നാം ഇനിയും പാപത്തിന് അടിമകൾ ആകാതിരിക്കുവാൻ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇതൊക്കെ ജീവിതത്തിൽ പിൽക്കാലത്ത് മാംസം ധരിച്ചപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ഇതൊക്കെ എന്താ ശരിക്കും സംഭവിച്ചതെന്ന്. പാപത്തിന് അടിമകൾ ആകാതിരിക്കാൻ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ശരിക്കും സംഭവിച്ചത് മുഴുവൻ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. സ്നാനം കൊണ്ട് പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പിന്നീട് തന്നത് ഗലാത്യരാണ്. ആ ഗലാത്യരുടെ ഗലേഷ്യൻസ് 3:27-29. ക്രിസ്തുവിനോട് കൂടി ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, സ്ത്രീയും പുരുഷനുമെന്നില്ല, നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നത്രേ. അപ്പൊ പിതാവ് വിഭാവനം ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവരാജ്യമാണ് ഈ സ്നാനത്തിലൂടെ യേശുവിൽ നമ്മൾ ചേരുന്നത്, ഒന്നായിത്തീരുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് വേറൊരു സംഗതി പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആകുന്നുവെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. സ്വർഗത്തിന്റെ അധികാരവും അവകാശവും നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് കർത്താവ് ഈ വചനത്തിലൂടെ പഠിപ്പിച്ചു. അവസാനമായിട്ട് കർത്താവ് 1 പീറ്റർ അതും കൂടി പറഞ്ഞു തന്നായിരുന്നു. 1 പീറ്റർ 3:21, 1 പത്രോസ് 3:21
അതിനു മുമ്പ് 20 പറഞ്ഞു, അവരാകട്ടെ നോഹയുടെ കാലത്ത് പെട്ടകം പണിതപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന ചുരുക്കം ചിലർ, അതായത് 8 പേർ മാത്രമേ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചുള്ളൂ. അത് സ്നാനത്തിനൊരു മുൻകുറിയാകുന്നു. എന്താണ് സ്നാനം എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തി? അത് സ്നാനത്തിനൊരു മുൻകുറിയാകുന്നു. സ്നാനമോ ഇപ്പോൾ ശരീരത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, അത് ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായി യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സ്നാനം കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സ്നാനത്തിന് സമയം തന്നെ സ്നാനപ്പെടണം ഇങ്ങനെ പ്രാർത്ഥിച്ചുണ്ട്. ഒരു ദിവസം കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ പോയി സ്നാനപ്പെടുക. അപ്പൊ പെട്ടെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എവിടെ പോകണം, എങ്ങനെയാ സ്നാനപ്പെടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ അറിയാവുന്ന ഓരോരോ ദൈവദാസരെയും സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ബെന്നിഹിൻ അന്ന് ഇന്ത്യ വരുന്ന സമയമായിരുന്നു. ബെന്നിഹിനെ വരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു നോ. അങ്ങനെ ചോദിച്ചു, പിന്നെ അത് ആരാ കർത്താവ്? നിങ്ങൾക്കായിട്ട് ഞാൻ സ്നാനപ്പെടുത്താൻ ഒരുക്കിയിരിക്കുന്നവൻ ഒരാളാണ്. ഞാൻ ചോദിച്ചു, ആരാ കർത്താവ്? തങ്കു ഹെവൻലി ഫീസ്റ്റിലെ തങ്കു ബാക്കി എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ വ്യക്തിയെ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ഈ വ്യക്തി ഇങ്ങനെ പ്രോസ്പെരിറ്റി ഗോസ്പലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. ഞങ്ങളാണെങ്കിൽ സഹനം കുരിശ് ഇങ്ങനെ നടക്കുക. ഇതിലൂടെ ഉള്ളു വിജയം, ജീവിത വിജയം ഇതേ ഉള്ളൂ. ഇപ്പൊ ഈ പ്രോസ്പെരിറ്റി പറയുന്ന ആളുമായിട്ട് എങ്ങനെയാ കർത്താവ് ചോദിച്ചപ്പോൾ, ഹീ ഈസ് മൈ റിയൽ ഡിസൈപ്പിൾ. കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടായില്ല. അടുത്ത ദിവസം തന്നെ പുള്ളിക്കാരനെ പോയി പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞ് കർത്താവ് പറഞ്ഞാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ സ്നാനപ്പെട്ടു. ഈ സ്നാനപ്പെടുന്ന ഈ സ്നാനത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അനുഭവസാക്ഷ്യമാണല്ലോ. അപ്പോൾ ഒരു പ്രത്യേക അനുഭവം പറയാനായിട്ടാണ് എങ്ങനെ കർത്താവിന്റെ അധികാരവും അവകാശവും സ്വർഗത്തിലെ അധികാരവും നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. അതിന്റെ ഒരു എക്സാമ്പിൾ, ഞങ്ങൾ സ്നാനപ്പെട്ടത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസം സ്നാനം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം ഇവിടെ ആരാധന കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ദിവസം ആരാധന കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പൊ ഈ അവസരത്തിലൊക്കെ ഞങ്ങളുടെ മോനുണ്ട്. അവന് കർത്താവാണ് ഏകരക്ഷകൻ, കർത്താവാണ് ദൈവം എന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവന് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ, ഒരു കൂടിക്കാഴ്ച അതുവരെ കിട്ടിയിട്ടില്ല. ഈ കിട്ടാതെ ഇരിക്കുന്ന കാരണം പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യം, ചില സമയം പെട്ടെന്ന് വയലന്റ് ആകും. ഞങ്ങൾക്കറിയാം പൈശാചിക ശക്തിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾ സഹിച്ച് കർത്താവെ മിണ്ടായി. കർത്താവ് വെയിറ്റ് എന്റെ സമയമായിട്ടില്ല, യു വെയിറ്റ് ഇങ്ങനെ പറയും. ഞങ്ങൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയതിന് കണക്കില്ല പ്രാർത്ഥിക്കാനായിട്ട്. എങ്ങനെങ്കിലും കുടുംബം രക്ഷപ്പെട്ടു. പക്ഷെ ഇവൻ ഈ ഇടയ്ക്ക് കർത്താവ് ഇതാണെന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ സ്വഭാവം ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. എല്ലാവരും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന് ഒത്തിരി റെമഡീസ് ഓരോരുത്തർ പറഞ്ഞു. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു. അറിയാവുന്ന ഏതാണ്ടൊക്കെ ഒത്തിരി അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു. എന്തെല്ലാം ചെയ്ത് കേട്ടും ഇടയ്ക്കിടയ്ക്ക് അവനിത്. പക്ഷേ കർത്താവ് അതെല്ലാം സഹിക്കാനായിട്ടുള്ള വലിയൊരു കൃപയെ എനിക്ക് തന്നിരുന്നു. അതുകൊണ്ട് ഇവൻ എന്ത് കാണിച്ചാലും ബാക്കിയുള്ളവരെ മാറ്റി വരുന്നത് ഞാൻ പറയും, നിങ്ങൾ അനങ്ങരുത്, നിങ്ങൾ മിണ്ടരുത്, അവനോടൊന്നും പറയരുത്. ഇവൻ എന്നെ അത് പറയും, ഞാൻ മിണ്ടാതെ കൂളായിട്ടിരിക്കും. ഈ സ്നാനം കഴിഞ്ഞ് ശനിയാഴ്ച ദിവസം കഴിഞ്ഞു, ആളങ്ങ് തിരിഞ്ഞു. ഞങ്ങൾ വളരെ വിഷമിച്ചു. ഞായറാഴ്ച ദിവസം ഇവിടെ ആരാധനയ്ക്ക് നിങ്ങൾ അങ്ങ് അപ്പുറത്തിരുന്നാൽ മതി, കാർന്ന് കീഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഇപ്പുറത്തിരുന്നോളാം. അപ്പോൾ 10,000 പേര് കൂടുന്ന ആരാധനയാണ്. തങ്കുബ്രദനാണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിർത്താൻ പറഞ്ഞാലും നിർത്തത്തില്ല. അത്ര ആ ഒരു സ്പിരിറ്റിൽ പോകുന്ന ആളാണ്. വെറുതെ പറഞ്ഞാണേ പരിശുദ്ധാത്മാവ് നിർത്തും. പക്ഷെ എന്നാലും ഒരു 1 മണിക്ക് നിർത്തണമെന്നുള്ള 2-3 മണി വരെ ഇങ്ങനെ നീട്ടിപ്പോവും. ഈ 3 മണി വരെ വെയിലെത്തവൻ കാറിനകത്ത് അടച്ചിരിക്കുക. തിരിച്ചു ചെല്ലുമ്പോൾ എന്തായിരിക്കും കർത്താവ് സ്ഥിതി? അതിന്റെ കീയങ്ങാണം അതിനകത്ത് വെച്ച് അടച്ചിട്ട് പോകുന്ന വെച്ചാൽ കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ വരണം. വയസ്സായ അമ്മയിരിക്കുന്ന അമ്മയൊക്കെ കൊണ്ടുവരണം. ആ പട വിഷമിച്ചു. എന്തായാലും തിരിച്ചവിടെ ചെന്നപ്പോൾ അങ്ങനെ നോക്കിയിരിക്കാം. മേലാൽ എന്നെ ഇതിനൊന്നും വിളിച്ചേക്കരുത്. കർത്താവെ ഇതങ്ങ് ഇളകിയോ? അപ്പൊ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് കൃപ വരും. ഇത് എന്റെ കൃപ മുഴുവൻ എടുക്കപ്പെട്ടു. എനിക്ക് യാതൊരു കൃപയുടെ അനുഭവമില്ല, കർത്താവും ഇല്ല, ആരുമില്ല. ഞാൻ വിചാരിച്ചു എന്തോ കർത്താവ് ചെയ്തു, സ്നാനപ്പെട്ട് കഴിഞ്ഞ് എന്തോ കർത്താവ് ചെയ്തു. അപ്പോൾ ഞാൻ ആകെ പേരുണ്ടു. ഞായറാഴ്ചയായി മുഴുവൻ സമയം. ഞായറാഴ്ച അവിടുന്ന് വീട്ടിൽ വന്ന പാട് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. കാറിനകത്തിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നു, ഡോറ് വലിച്ചടയ്ക്കുന്നു, ബഹളം. തിങ്കളാഴ്ച ദിവസം ഭയങ്കര ബഹളം. വീട്ടിൽ അവിടെ പെട്ട ബ്രീഫ് കേസുകൾ കൊണ്ടുവന്നൊക്കെ വലിച്ചിട്ട് എറിഞ്ഞ്. അപ്പൊ ഇതൊന്നുമല്ല, നശിപ്പിക്കുന്നതല്ല, ഒരു നോട്ടമുണ്ട് മുഖത്ത് ഇങ്ങനെ വെച്ചാൽ സാക്ഷാൽ സാത്താനെ ഞാൻ കാണുന്ന അപ്പോഴാണ്. ആ നോട്ടം, ഈ നോട്ടം വിറയ്ക്കുക മനുഷ്യനിരുന്ന്. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ കൃപയും. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു വലിയ ഒരു 15 നില കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ഉരുളം കല്ലേ കയറ്റി നിർത്തിയാൽ എങ്ങനെയുണ്ട്? ആ കല്ല് ഉരുണ്ടോണ്ടിരിക്കുക, ഏത് സമയം വീഴും. മായമെന്ന് ചോദിക്കുക, എന്താ വേണ്ട, എന്തോ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിരിക്കും അവനെ ഞാൻ ശരിയാക്കും.
കാരണം എന്നെ കൃപയില്ല, കർത്താവില്ല. കർത്താവ് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊക്കെ എന്റെ നിസ്സഹായത എനിക്കറിയാം. ശരിക്കും ജീവൻ മരണ സംഘടന ഞാൻ അറിഞ്ഞാണ്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു അവനെ ഞാൻ കൊല്ലും. ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ കൊല്ലും. കാരണം എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ര ഇത്ര ഞാൻ പറഞ്ഞെന്നുള്ളൂ, ടോർച്ചർ മുഴുവൻ പറയുന്നില്ല, അത്ര ടോർച്ചറാ. അവസാനം തിങ്കളാഴ്ച രാവിലെ 8 മണിയായപ്പോൾ മായ പോയി മോളിൽ പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് ഭയങ്കര ഗൂഢാലോചന നടത്തുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മായ ചോദിച്ചു, എന്തുവാ കൂടെ? നിങ്ങൾ 3 പേരും കൂടെ. അപ്പൊ ഞാനും മായയും എൻ്റെ മോള് അമ്മു, ഞങ്ങൾ 3 പേരും കൂടെ ഗൂഢാലോചനാണത്. നിങ്ങൾ എന്നോടൊന്നും പറയാതെ നിങ്ങൾ മറഞ്ഞു പോയി ഓരോന്നിരുന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എനിക്കെതിരെയുള്ള ഗൂഢാലോചന. എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ എന്തോ ചെയ്യണമെന്നോ? വാ, അച്ഛൻ അമ്മ എല്ലാവരും കൂടെ വന്ന് എൻ്റെ കാലിൻ്റെ കാലെ പിടിച്ച് മാപ്പി ചോദിക്കും, മേലാൽ ഇങ്ങനെ ചെയ്യത്തില്ലെന്ന്. എന്തോ ചെയ്യത്തില്ല. ഇവിടെ ഞാൻ കർത്താവിൻ്റെ കാര്യമൊന്നും പറയണ്ട, എൻ്റെ മുട്ട വീണ് മാപ്പി ചോദിക്കണം, ക്ഷമ ചോദിക്കണം, ഇങ്ങനെ ചെയ്ത ഇനി മേലെ ചെയ്യത്തില്ലെന്നും പറയണം. ഇവിടെ നേരെ ഓടി ഇറങ്ങി താഴെ വന്നു. വേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊക്കത്തില്ല കഴിക്കാൻ. അയ്യോ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇനി എന്ത്? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് മുകളിലോട്ട് വന്നിരുന്ന് ഒന്ന് അവനോട് എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. ഇപ്പൊ കർത്താവിനൊരു പരിപാടിയുണ്ട്, ഈ എന്താ പറയുന്നത്, സീസോ ബെഞ്ചോ ഒരെണ്ണമല്ലോ പിള്ളേർ കളിക്കുന്നത്. ഒരാൾ താഴുമ്പോൾ മറ്റേ ആൾ പോകും, മറ്റേ ആൾ താഴുമ്പോൾ ഇയാളെ പോകും. അങ്ങനെ മായ്ക്ക് കുറച്ചുകൂടെ കൃപ കൊടുത്ത സമയത്ത് കർത്താവ് അത് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കർത്താവ് ശരിയായിക്കോളും, ബാ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു ഞാൻ കിടന്ന് ദേഷ്യപ്പെട്ടാ വരുന്നത്. എനിക്ക് നിലയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഴും. അപ്പം വീഴുന്നതെന്ന് വെച്ചാൽ ഇവനെ കൊലപാതകത്തിലോട്ടാ. മേളത്തെ നിലയെ വിളിച്ചോണ്ട് പോയി. അവിടെ പോയപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ഇത്തിരി കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് മാറുന്നത് ഞാൻ മായയുടെ കൈ പിടിച്ചു. ഞാനൊരു അലർച്ച ആയിരുന്നു. അവളിപ്പോഴും പറയും ഇത്രയും അലറിയ ഒരു പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ കർത്താവേ, ഇതിനാണോ ഈ സ്നാനമെന്നും പറഞ്ഞ് കർത്താവ് വിളിച്ചോണ്ട് പോയത്? ഇതാണോ സ്നാനത്തിന്റെ എഫക്റ്റ്? സ്നാനത്തിലൂടെ ഒന്നും കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കർത്താവേ. എനിക്ക് ഒന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സംഗതിയും വേണമെന്ന് പറഞ്ഞില്ല. ഈ പരീക്ഷണം, ഇതാണോ ഇത് ഒരുത്തന്റെ മരണത്തിൽ കലാശിക്കുന്നത്? ഒരനക്കവും ഇല്ല. അത്ര കാലത്ത് നിലവിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇരിക്കാം, വാ. അവൾ പറഞ്ഞു ഇരിക്കും. അവിടെ ഇരുന്നു. അവനെ വിളിച്ചു വന്നു. അപ്പോൾ ഈ നോട്ടം സത്താൻ ചോദിച്ചു, എന്താ വേണ്ടേ? എന്റെ മുമ്പിൽ വന്ന് എന്റെ കാലെ വീണം മാപ്പി ചോദിക്കണം. ഇത്ര ആയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മറുപടി ഇങ്ങോട്ട് വന്നപ്പോ ഞാനല്ലാതായി മാറുക. പിന്നെ അവിടെ സംസാരിച്ചതും പ്രവർത്തിച്ചതും ഒന്നും ഞാനല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ കേൾക്കുകയായി പറയുന്നതൊക്കെ. ഞാൻ നോക്കി ചോദിച്ചു, എന്താ നീ പറഞ്ഞേ? എന്നാ പറഞ്ഞു, എന്റെ കാലിൽ വീണ് മാപ്പി ചോദിക്കണം. ഞാൻ പെട്ടെന്ന് നേരെ എഴുന്നേറ്റ് മുഖത്തോട്, ഇത് ഞാനല്ല, നിങ്ങൾക്ക് അറിയത്തില്ല, ഞാനല്ല. ശരിക്കും ഇത് കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു, മോനെ, ഞങ്ങളുടെ മോനായിട്ടുള്ള അപ്പുവിനെ എനിക്കറിയാം, നിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ദുഷ്ടശക്തിയെയും എനിക്കറിയാം. നിങ്ങൾ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആദ്യം ഞാൻ ആ ദുഷ്ടശക്തിയോട് സംസാരിക്കാൻ പോവാ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 ദിവസമായിട്ട് കർത്താവിൻ്റെ ഒരു സ്വരം ആദ്യമായിട്ട് കേട്ടത്, വേണ്ട, ആദ്യം അവനോട് സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു ശരി, ആദ്യം ഞങ്ങളുടെ മോനായിട്ടുള്ള അപ്പുവിനോട് സംസാരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, മോനെ, നീ ഞങ്ങളുടെ അടുത്ത് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നീ ഞങ്ങളുടെ അടുത്ത് മരിക്കണമെന്ന് പറഞ്ഞാലും, ഇപ്പൊ തലവെട്ടണമെന്ന് പറഞ്ഞാൽ നീ പിശാചി കൊണ്ടുപോയി ഞങ്ങൾ ചെയ്തു തരാം. പക്ഷേ നിന്നിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ടാമത്തെ ശക്തി ഉണ്ടല്ലോ, ദുഷ്ടൻ, അത് പിശാചാണ്. നീ എന്റെ കണ്ണിലേക്ക് നോക്കി, നീ പിശാചാണ്. നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്, അല്ല എന്റെ മോനായിട്ടുള്ള അപ്പുവിനോടല്ല സംസാരിക്കുന്നത്. എടാ വിട്ടുപോടാ യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന്. വിട്ടുപോകാനോ? എന്താന്ന് വിട്ടുപോകാനാ പറയുന്നത്? ഞാൻ പറഞ്ഞു, എടാ നിന്നോടാ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങാൻ വിടും. എനിക്കറിയത്തില്ല ഇതൊക്കെ എവിടുന്ന് വരിക, എങ്ങനെ പറയാറ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടുമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് എന്തിനാ വിട്ടുപോകുന്നത്, എന്താ കാര്യം എന്താ? ഞാൻ പറഞ്ഞു, എന്റെ മോനെ എങ്ങനെ എന്റെ കർത്താവ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം, കർത്താവിനും അറിയാം. എന്നിട്ട് ഇത്ര കാലം എന്താ ഒന്നും ചെയ്യാഞ്ഞേ? ഞാൻ പറഞ്ഞു, എടാ ഇത്രയും കാലം എനിക്കറിയാം എങ്ങനെ ഇതൊക്കെ വരുന്നു. ഞാൻ പറഞ്ഞു, എടാ ഒരു കൊച്ചു വീട് കെട്ടണമെങ്കിൽ അതിന് 4 ദിവസം മതി, അല്ലെ 10 ദിവസം മതി, 20 പേരൊന്നും കിട്ടും. പക്ഷെ ഒരു വലിയ ഭവനം കെട്ടണമെങ്കിൽ 1000 പേർ ഒരു വർഷം നിന്നാലും കെട്ടിത്തരത്തില്ല. നിങ്ങൾക്കറിയാവോ? എന്റെ മോനെ കർത്താവ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് ശരി, അതുകൊണ്ടാണല്ലേ. എന്റെ ഊർജ്ജശ്വാസം വലിക്കുന്നതിന് മുമ്പ് എനിക്കിത് കാണാൻ പറ്റുമോ? പെട്ടെന്ന് പരിശുദ്ധ പറഞ്ഞോട്. ഞാൻ പറഞ്ഞു, എടാ ഊർജ്ജശ്വാസം വലിക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയണമല്ലേ, പോയി വെളിപാടിന്റെ പുസ്തകം എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. ഈ വെളിപാടിന്റെ പുസ്തകമെന്ന് പറഞ്ഞതും ഇവൻ ഇങ്ങനെ നിന്ന് ജ്വലിച്ചിരുന്ന എന്റെ കുഞ്ഞ് ഇങ്ങനെ താണു വരാൻ തുടങ്ങി. ആ താണു വന്നിരുന്ന അവസരത്തിൽ പെട്ടെന്ന് താണിട്ട് എൻ്റെ അടുത്ത് പറയാം, അച്ഛാ, അതുവരെ കേട്ട ശബ്ദമൊക്കെ അങ്ങ് മാറി, അച്ഛാ, അമ്മേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞങ്ങൾ നേരെ ചെന്ന് തലേ കഴിച്ച് പ്രാർത്ഥിച്ചു.
കർത്താവ് തന്നെ പ്രാർത്ഥന ഇതുപോലെ പറഞ്ഞു തന്നു, പിശാച് ഇറങ്ങിപ്പോവും. ഓരോ സ്റ്റെപ്പും കർത്താവ് പറഞ്ഞു തന്നു, പിശാചിനെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ട് കഴിയുന്നതും ഞങ്ങളുടെ പഴയ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുക ചെയ്തു. ആ സെക്കൻഡോടുകൂടി മായ വിഷൻസ് കാണാന്ന് പറയുക. സ്വർഗരാജ്യത്തിൽ മാലാഖമാര് കൈകൊട്ടി ഹാലലുയ ഹാലലുയ ഹാല. എന്നിട്ട് കർത്താവ്, മോളെ ഒരു പാപി രക്ഷപ്പെടുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കും നീ കണ്ടോ. ഇതായിട്ട് ഒന്നുമില്ലാതിരുന്ന ഈ കുഞ്ഞിന് വിഷൻസ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുക. ഇവൻ കാണുന്ന ഒരു വലിയ കിനാവള്ളി, ഒക്ടോപ്പസ് എന്ന് പറയുന്ന നീരാളി ഇങ്ങനെ സകല ശരീരത്തും വരിഞ്ഞു ചുറ്റിയിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടുപോകും. കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയും. ഇതിങ്ങനെ ഞളിഞ്ഞ് പിളഞ്ഞ് ഇങ്ങനെ പതുക്കെ വിട്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കറുത്ത രൂപം, ഒരു കറുത്ത കൂട്ടിട്ട് തലയിലൊരു കറുപ്പമായിട്ട് ഇരിക്കുന്നു. തീ ഇങ്ങനെ കത്തുന്നു. കത്തിക്കഴിഞ്ഞ് നല്ലറി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. പിശാച് വിട്ടുപോയി. കർത്താവ് പറഞ്ഞു, ഇത് പഠിപ്പിക്കാനാണ് ഞാൻ 3 ദിവസം നിനക്ക് ഞാൻ സമയമെടുത്തത്. നീ എന്നാണ് സ്നാനപ്പെട്ടത്? ഞാൻ പറഞ്ഞു, ശനിയാഴ്ച കർത്താവേ. ശനി, ഞായർ, തിങ്കൾ, 3-ാം ദിവസം രാവിലെയല്ലേ സംഭവിച്ചത്. 3-ാമത്തെ ദിവസം മോനെ ഞാൻ ഉയർത്തെഴുന്നേറ്റത്. നീ എന്നോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് നിന്നെ ഞാൻ ഉയർപ്പിച്ചു. നിനക്ക് ഞാൻ ഫസ്റ്റ് ഡെലിവറൻസ് ഇവിടെ വെച്ച് നിന്റെ മോനിലൂടെ തന്നിരിക്കുന്നു. എത്രയോ മനുഷ്യരുടെ അടുത്ത് ഡെലിവറൻസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നീ കൊണ്ടുപോയി, കിട്ടിയില്ലല്ലോ. ഇത് നിന്നിലൂടെ തരാനായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഇനിയും നിങ്ങളെ ഞാൻ വെളിയിലേക്ക് ഇറക്കുകയാണ്. ഡെലിവറൻസിനും രോഗസൗഖ്യത്തിനുമായിട്ട് ധൈര്യമായിട്ട് പോയി പ്രാർത്ഥിക്കും. സ്വർഗത്തിന്റെ അധികാരവും അവകാശവും ഞാൻ നിങ്ങൾക്ക് തരുക. ഒരു ഭയങ്കര അനുഭവമായിരുന്നു, വലിയ അനുഭവമായിരുന്നു. ആ സ്നാനത്തിന്റെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് കർത്താവ്, ഞങ്ങൾക്കറിയാം ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു മതത്തിൽ ചേരാനുള്ളതല്ല. ഇത് കർത്താവിനോടുകൂടി മരിച്ചടക്കപ്പെട്ട് കർത്താവിന്റെ അധികാരവും അവകാശവും നമുക്ക് തന്ന് അനേകം മക്കളെ രക്ഷിക്കാനായിട്ടുള്ള കർത്താവിന്റെ നടപടിയാണിത്. കർത്താവിനോട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഈ ജീവിതം അങ്ങയുടെ മുമ്പിലാണ്. അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്താലും, ഞങ്ങൾ പുറത്തിറങ്ങിയാലും, ഞങ്ങൾ എവിടെ പോയാലും, എന്തിനു പോയി കഴിഞ്ഞാലും കർത്താവിൻ്റെ ആ അനുസരണയെ മാത്രം പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒന്നുമില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കൂടെയുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരു സ്നേഹിക്കാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ട്. കർത്താവ് വളരെ സിമ്പിളാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണേ. ദൈവത്തെ ഓർത്ത് കർത്താവ് ഇത്രയും പറയാനായിട്ട് കർത്താവ് അവസരം ഒരുക്കി തന്നതിനായിട്ട് കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇത് ശരിക്കും പറയാൻ ഞങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തതല്ല, കർത്താവ് പറയിപ്പിച്ചാണ്. കർത്താവ് ഇത്രയും പറയാൻ ആഗ്രഹിച്ചു, അത് നിങ്ങളുമായിട്ട് പങ്കിട്ടു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈ കർത്താവ്, നമുക്കൊന്നും വേണ്ട, നമുക്ക് വേറെ ഒന്നും വേണ്ട. കർത്താവിൻ്റെ സ്നേഹം മാത്രം മതി, കർത്താവ് മാത്രം മതി. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് വന്ന് ഒരു 2 ലൈൻ ഒന്ന് പറയാം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, പറയുമ്പം ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഭവം അതിൽ നിന്നുണ്ടാവും. തീർച്ചയാണ്. ഒരു കപടമായിട്ടുള്ള ഹൃദയം, ഒരു ഹിപ്പോക്രസി കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ചെന്നാൽ ഒരിക്കലും കർത്താവ് അടുത്ത് വരത്തില്ല. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല കർത്താവെ, തുറന്നു പറയുക. സ്നേഹിക്കാനുള്ള കൃപതാ കർത്താവെ, കർത്താവ് തരും. അതേസമയം നമുക്ക് സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം അല്ലാതെ നമ്മൾ നേരെ കയറി കർത്താവിൻ്റെ അടുത്ത്, കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവിനെ അറിയാം നമ്മളെ, കർത്താവ് അടുത്ത് വരത്തില്ല. അതിലും നല്ലത് നമ്മൾ നേരെ അടുത്ത്, കർത്താവെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൃപ തരണേ, എനിക്ക് സ്നേഹിക്കണം. ആ കർത്താവിൻ്റെ സ്നേഹം ഒന്നിറങ്ങി വന്നു കഴിഞ്ഞ് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളികളെ, രോഗാവസ്ഥ, കടബാധ്യത, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ഇതെല്ലാം മാറിപ്പോവും. കർത്താവിൻ്റെ സ്നേഹം കർത്താവ് വന്ന് നിറഞ്ഞാൽ. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് എൻ്റെ കർത്താവ്, എനിക്ക് കർത്താവ് മാത്രം മതി. ഒരു 2 ലൈൻ അത് മാത്രം നമുക്കൊന്ന് പാടാം. പിതാവേ, ഞങ്ങൾ ഈ 2 ലൈൻ, വെറുതെ 2 ലൈൻ മാത്രം പാടുമ്പോ പിതാവേ, ആമേൻ, അവിടുന്നും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരുമായ ഞങ്ങളുടെ എല്ലാമായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവവും ഞങ്ങളുടെ സന്തത സഹചാരിയും കൂടി 3 പേരും കൂടി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ അവിടുത്തെ വലിയ സ്നേഹം നിറയ്ക്കണേ പിതാവേ, യേശുവിന്റെ നാമത്തിൽ.